ഈ പ്ലസ് ടു എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ കോഴ്സ് ഇപ്പൊ തുടങ്ങും? പ്ലസ് ടുവിന് കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. സോ നമ്മളെ കാത്തിരുന്ന് നമ്മളെ മോഡൽ എക്സാം എടുത്തെത്തില്ലേ. നാളെ നമുക്ക് മോഡൽ എക്സാംസ് എടുക്കാൻ പോവാണ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി നമ്മളെ മോഡൽ എക്സാംസിലേക്കും അതേപോലെ പബ്ലിക് എക്സാംസിലേക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾക്കറിയാം, നമ്മളെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇതുവരെ +1, അതായത് ഇപ്പോൾ +2കാർക്കാണെങ്കിൽ ഏകദേശം ഒരു ഹയർ സെക്കൻഡറിന്റെ ഒരു പാറ്റേൺ പരിചയം ഉണ്ടാവും. നിങ്ങൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് വരുന്ന ഫസ്റ്റ് എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ലാസ്റ്റ് 8 എക്സാം, ക്രിസ്മസ് എക്സാമിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഇല്ലല്ലോ അല്ലേ. സോ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് വരുന്ന ഫസ്റ്റ് എക്സാം ആണ് നമ്മുടെ മോഡൽ എക്സാമിനേഷൻ. യെസ്, മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സാമിന് ഉണ്ടാവുക. ആ 20 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യാം. ഈ 20 ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ 1 to 8 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ 9 to 16 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ദെൻ 17 to 20 6 മാർക്കിന്റെ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യാൻ പറ്റും. ഇവിടെയും 2 ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാം. മൊത്തം നിങ്ങൾക്ക് ലാസ്റ്റ് പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ. മൊത്തം നിങ്ങൾക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യാം. സോ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 60 മാർക്കിന് മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. സോ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. സോ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാം. സോ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. സോ ഗൈസ്, സോ ഞാൻ പറഞ്ഞ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട മോഡൽ എക്സാംസിലേക്ക് നല്ല പബ്ലിക് എക്സാംസിലേക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ എക്സാംസിന് കാണുന്ന പാറ്റേണിലുള്ള 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഫുൾ സെറ്റ് ആയിട്ട് ഇരിക്കുക. നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. 3 ABC 3 പാർട്ടായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓരോ പാർട്ടിനും 1 മാർക്ക് ഈച്ച്. സോ വിച്ച് among the following intervals represent the set ഏത് set of set of all x such that x belongs to R. x belongs to R എന്ന് കണ്ടാൽ മനസ്സിലാക്കുക റിയൽ നമ്പർ ആണ്. റെഡി അല്ലേ? റിയൽ നമ്പറിനെ നമുക്ക് ഒരിക്കലും റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല, ഇന്റർവെൽ ഫോമിൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. സോ ഇവിടെ കൊടുത്ത 4 ഇന്റർവെൽ ഫോമാണ്. ഇനി എന്താ കാണാൻ പറ്റുന്നത്? -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇൻക്ലൂഡഡ് ആണ്. ലെസ് ദാൻ മാത്രം 4ൻ്റെ അവിടെ -4 ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് -4 എക്സ്ക്ലൂഡഡ് ആ. നിങ്ങൾ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ, ഞാൻ നമ്പർ ലൈൻ വരച്ച് കാണിച്ചു തരാം. യെസ്, നമ്പർ ലൈനിൽ നമുക്ക് 2 നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. ഏതൊക്കെ നമ്പേഴ്സ്? -4ഉം 6ഉം മാർക്ക് ചെയ്യാം. അപ്പോൾ -4 6, -4ൻ്റെയും 6ൻ്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. അതിൽ 6 ഇൻക്ലൂഡഡ് ആയിരിക്കും, -4 എക്സ്ക്ലൂഡഡ് ആയിരിക്കും. ഇതാണ് ഈ ഒരു സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇയാൾ നമ്മൾ കാണിക്കേണ്ടത് 6 ഇൻക്ലൂഡഡ് ആണെങ്കിൽ 6നെ നമ്മൾ ചെയ്യേണ്ടത് ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കൊടുക്കണം. അതേപോലെ -4 എക്സ്ക്ലൂഡഡ് ആയതുകൊണ്ട് -4 ഓപ്പൺ ഇന്റർവെല്ലിൽ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്ന ബ്രാക്കറ്റ് ആണ് ഓപ്പൺ ഇന്റർവെല്, ഇങ്ങനെ കൊടുക്കുന്ന ബ്രാക്കറ്റ് ആണ് ക്ലോസ്ഡ് ഇന്റർവെല്. സോ -4ന് ഓപ്പൺ ഇന്റർവെല് കൊടുക്കണം, 6ന് ക്ലോസ്ഡ് ഇന്റർവെൽ. സോ ഈ രീതിയിൽ വരുന്ന ഏത് ഓപ്ഷൻ അതിലുള്ളടാ? യെസ്, ഓപ്ഷൻ സി അല്ലേ? സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. റെഡി അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓപ്ഷൻ സി ഞാൻ അവിടെ ടിക്ക് ചെയ്യുന്നുണ്ട്. റെഡി. സോ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി ബേസിക് ആണ്. യൂണിയനും ഇന്റർസെക്ഷനും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലേ. സോ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എ യൂണിയൻ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റിനെയും ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും എല്ലാവരും ഒറ്റ സെറ്റ് ആയിട്ട് ചെയ്താൽ അതിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ചെയ്താൽ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ. സോ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആളെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടടാ? യെസ്, നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എ യൂണിയൻ ബി ഈക്വൽ ടു, നമുക്ക് സെറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വാല്യൂസ് കൊടുക്കാം.
എയിലുള്ള ആൾക്കാർ 3, 5, 7 ആണ്, ബിയിൽ 7, 9, 11 ആണ്. സോ കോമൺ ആയിട്ടുള്ള ആൾക്കാർ എ ഇന്റർസെക്ഷൻ ബിയിൽ വരണം, മൊത്തത്തിൽ എ യൂണിയൻ ബിയിലും വരണം. സോ മൊത്തത്തിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. എ യൂണിയൻ ബി ഈക്വൽ ടു 3, 5, 7, 9, 11. എല്ലാവരും ആയല്ലോ. അതിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. ക്ലിയർ അല്ലടാ? സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് വരാൻ പോകുന്ന കാര്യമാണ് എന്ത്? എ ഇന്റർസെക്ഷൻ ബി കോമൺ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ കണ്ട 7, 9 രണ്ടിലും കോമൺ അല്ലേ? 7, 9 രണ്ടിലും കോമൺ അല്ലേ? സോ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് 7, 9. കൂടി നമ്മുടെ ഇന്റർസെക്ഷൻ സെറ്റ് കംപ്ലീറ്റ് ആവാണ്. സോ ബി ക്വസ്റ്റ്യൻ ഇവിടെ തീരാണ് അല്ലേ? വളരെ ബേസിക് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എയും ബിയും സബ്സെറ്റ് ആണ്. അതായത് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മനസ്സിലാക്കുക, എപ്പോഴും ഇങ്ങനെ സബ്സെറ്റ് ഓഫ് പി സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് കണ്ടാൽ ആരെ സബ്സെറ്റ് ആണോ അയാളായിരിക്കും വലുത്. ശരിയല്ലേ? അത് നിങ്ങൾ സാധാ ലെസ് ദാൻ ഗ്രേറ്റർ എന്നൊക്കെ അടിക്കുമ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇല്ല 3 ലെസ് ദാൻ 5 എന്ന് പറയാൻ നമുക്കറിയാം 5 ആണ് വലുത്. നമ്മളിങ്ങനെ പഠിച്ചത് ഈ ഓപ്പണിങ് വരുന്ന ഭാഗത്തുള്ള ആളാണ് വലുത്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എ ആണ് വലുത്. അതേപോലെ സബ്സെറ്റിലും ഇവിടെ ആരാ വലുത്? ബി ആണ് വലുത്. സോ യൂണിയൻ ആണ് വലുതെന്നും ഇന്റർസെക്ഷൻ ചെറുതാന്ന് ആലോചിക്കാം. സോ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബിന്റെ ഉള്ളിലാണ് എ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? സോ നിങ്ങളോട് എ യൂണിയൻ ബി എന്താന്ന് ചോദിച്ചത്, ഞാൻ പറഞ്ഞ യൂണിയൻ എപ്പോഴും വലുതായിരിക്കും. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ രണ്ടും നമുക്ക് എഴുതാം. ക്വസ്റ്റ്യനിൽ ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ ഫസ്റ്റ് തിങ് എ യൂണിയൻ ബി, അതേപോലെ സെക്കൻഡ് തിങ് എ ഇന്റർസെക്ഷൻ ബി. യൂണിയൻ എപ്പോഴും വലുതായിരിക്കും, ഇന്റർസെക്ഷൻ എപ്പോഴും ചെറുതായിരിക്കും. ഇങ്ങനെ ആലോചിക്കുക. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എക്സാമിന് പൊതുവെ ചോദിക്കാറുണ്ട്, ഈ ഒരു സബ്സെറ്റിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സാമിന് ഇതേപോലെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, എ ഈ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബിന്റെ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ബിന്റെ ഉള്ളിലാണ്. ഫസ്റ്റ് മനസ്സിലാക്കുക, ബിന്റെ ഉള്ളിലാണ് എ ഉള്ളത്. സോ എ യൂണിയൻ ബിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ബിനെ മൊത്തം ഷെയ്ഡ് ചെയ്യുക, എ ഇന്റർസെക്ഷൻ ബിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ എനെ മാത്രം ഷെയ്ഡ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളോട് ബി മൈനസ് എ കാണാൻ പറയും, അതൊക്കെ ഈ പാറ്റേൺ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? ദെൻ മക്കളെ നിങ്ങൾ സെറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വെരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിമോർഗൻസ് ലോ ഉണ്ടല്ലോ, ഡിമോർഗൻസ് ലോ. അതായത് വെരിഫൈ ദാറ്റ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഡാഷ്. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. ഇങ്ങനെ വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സെറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലടാ? സോ നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നാണ്. ഒന്നുമില്ല, ഫസ്റ്റ് ഡൊമൈൻ കാണാനാ. ഇതൊരു റാഷണൽ ഫംഗ്ഷനാ. എന്താ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫംഗ്ഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയാം. റാഷണൽ ഫംഗ്ഷന്റെ കേസിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ 0 ആവരുത്. ഫോർ എക്സാമ്പിൾ 1/x ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഡൊമൈൻ പറയാം x 0 ആവരുത് എന്നാ പറയാ. ഇനിയിപ്പോ ഇൻ കേസ് 1/x-1, ഇവിടെ x-1 0 ആവരുത്. x-1 0 ആവരുത് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1 ആവരുത്. കറക്റ്റ് അല്ലേ? സോ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ 1/x x നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ ഡൊമൈൻ പറയുമ്പോൾ എല്ലാ റിയൽ നമ്പറും അവിടുന്ന് 0 ഒഴിവാക്കുക. 1/x-1 ഇവിടുത്തെ നമ്മൾ പറയാം x നോട്ട് ഈക്വൽ ടു 1 എന്നാ പറയാ. ഇവിടെ ഡൊമൈൻ പറയുമ്പോൾ എല്ലാ റിയൽ നമ്പറും അവിടുന്ന് 1നെ കുറയ്ക്കുക. സോ ഈ രീതിയിലാണ് റാഷണൽ ഫംഗ്ഷൻ ഡീൽ ചെയ്യുക. അതായത് ഡിനോമിനേറ്റർ 0 ആണ്, പോയിന്റിനെ ഒഴിവാക്കുക. ഇവിടെ 1 കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവുക. സോ റിയൽ നമ്പർ 1നെ ഒഴിവാക്കുക. സോ ഇതേപോലെ ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉള്ളത്, ഇയാൾ 0 ആവുന്ന പോയിന്റ് എടുക്കുക. അതായത് ഹിയർ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ x² - 5x + 6, x² - 5x + 6ന്റെ വാല്യൂ ഒരിക്കലും 0 ആവാൻ പറ്റൂല. സോ ഇത് 0 ആണ് എന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലടാ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുക. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടും. അത് സോൾവ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, -b +or- ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സം പ്രോഡക്റ്റ്, നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും, സം എത്ര വരണം, പ്രോഡക്റ്റ് ഇത്ര വരണം അല്ലേ. സോ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. അതായത് സം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. സം ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടണം, പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടണം. സോ ഈ രീതിയിലുള്ള ആളുകളെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. കൂട്ടിക്കഴിഞ്ഞാൽ 5ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6ഉം. ഒരുപാട് ആൾക്കാർ പ്രൊഡക്റ്റ് 6 ആയിട്ട് വരുന്നുണ്ടാവും. അതിൽ പ്രൊഡക്റ്റ് 6 വരുന്ന ആൾക്കാർ ആരൊക്കെ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യാം.
പ്രൊഡക്റ്റ് 6 വരുന്ന 1 6 ഉണ്ട്, അതേപോലെ 2 3 ഉണ്ട് അല്ലേ. ഈ രണ്ടാൾക്കാരാണ് പ്രൊഡക്റ്റ് 6 വരുന്നത്. ഇതിന്റെ നെഗറ്റീവ്സും ഉണ്ട്, അതായത് -2 -3 -1 -6. ഇതിൽ സം ചെയ്ത് കഴിഞ്ഞാൽ 5 വരുന്ന ആളുകൾ ആർക്കാടാ 2 3 അല്ലേ. ഭയങ്കര ബേസിക് ആണ് ഈ ഒരു സം പ്രൊഡക്റ്റിന്റെ കൺസെപ്റ്റ്. therefore നമുക്ക് ഡൊമൈൻ പറയാം. therefore ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റിയൽ നമ്പറും കൊടുക്കാം. ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 2, 3. നിങ്ങൾക്ക് എല്ലാ റിയൽ നമ്പറും കൊടുക്കാം. 2 3 കൊടുക്കരുത്, കാരണം 2 3 കൊടുത്താൽ അത് 0 ആവും. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ബി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ബി ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഇയാളുടെ ഡൊമൈൻ എഴുതാനാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ആണ്. ഡൊമൈനും റേഞ്ചും നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ്സ് ആണ്. റേഞ്ച് ചോദിച്ചിട്ടില്ല, ഞാനൊരു കാര്യം പറയാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്കൻഡ് എലമെന്റാ. ഡൊമൈനും റേഞ്ചും ഇതേപോലെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിൽ ചിലപ്പോൾ റിലേഷൻ യു ഹാവ് ടു ഡിക്ലെയർ. നിങ്ങളായിട്ട് റിലേഷന് റോസ്റ്റർ ഫോമിലേക്ക് എഴുതേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരുള്ളൂ, R is equal to set of all x y such that y minus 3x is equal to 0. ഡിഫൈൻ ചെയ്ത് റിലേഷൻ A to A ആണ്, എയിൽ നിന്നും എയിലേക്കാണ് ഡിഫൈൻ ചെയ്തത്. ഇങ്ങനെ കേട്ടാൽ മനസ്സിലാക്കുക എങ്ങോട്ടാണോ പോണത്. ഇപ്പോൾ P to Q, സോറി, റിലേഷൻ ഫ്രം P to Q. ക്യൂനെ വിളിക്കുന്ന ഒരു പേരുണ്ട് കോ ഡൊമൈൻ. ഇത് ഡൊമൈൻ ആണ്, എങ്ങോട്ടാണോ പോണത് അതാണ് കോ ഡൊമൈൻ. റിലേഷൻ ഓൺ എ എന്ന് കേട്ടാൽ മനസ്സിലാക്കുക റിലേഷൻ ഫ്രം A to A ആണ്. ഈ എനെ വിളിക്കുന്ന പേരാണ് കോ ഡൊമൈൻ. ക്ലിയർ അല്ലേ? സോ ഇവിടുത്തെ കേസിൽ നമുക്ക് പറയാം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ്സ് ആണ്. ഫസ്റ്റ് എലമെന്റ് ആരൊക്കെ? ABC. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ABC ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ്, അതാരൊക്കെ? DEF. ഇങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും നമ്മൾ കണ്ടുപിടിക്കുക. ക്ലിയർ ആയിടാ? സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവാം. മൊത്തം 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. ഇതിനൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പറയാം, നമുക്ക് എക്സാംസ് അടുത്തുകൊണ്ട് കാണും. മാത്സ് ആണ്, കുറെ ക്ലാസ് കേൾക്കുക എന്നുള്ളതിൽ അപ്പുറം നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ഫൈനൽ എക്സാംസിലേക്കാണ് നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും മാത്തമാറ്റിക്സ് എന്ന പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ചാപ്റ്റർ 1 to ചാപ്റ്റർ 14 ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സിന്റെ ഡിസ്കഷൻസ് ഉണ്ടാവും. ദെൻ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈമിലുള്ള മാരത്തോൺസ് ഉണ്ടാവും. കൃത്യമായിട്ട് നിങ്ങൾ കണ്ടുപോക്കുക. ആവശ്യമുള്ള ചാപ്റ്ററൊക്കെ അടിപൊളിയായിട്ട് അതിൽ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞ്. റെഡി ഗൈസ്? നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഹിയർ ഈസ് ദി തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ് ക്വസ്റ്റ്യൻ? Z ഈക്വൽ ടു 1 + i / 1 - i. അടാ ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ തന്നു, അതായത് നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ ഒരു A + IB ഫോമിൽ ഒരാളുണ്ട്, ഡിനോമിനേറ്ററിലും A + IB ഫോമിൽ ഒരാളുണ്ട്. അങ്ങനെ കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം താഴെ കാണുന്ന ആൾ ആരാണോ അയാളുടെ കോൺജുഗേറ്റ്, അതായത് ഇപ്പോൾ Z is equal to A + IB ആണെങ്കിൽ Z equal to A + IB അങ്ങനെ ആണെങ്കിൽ Z ബാർ എന്ന് പറഞ്ഞാൽ A - IB. അതായത് ഈ ഇമാജിനറി പാർട്ടിന്റെ സൈന് പ്ലസ് ഉള്ളത് മൈനസ് ആക്കിയാൽ എന്ത് കിട്ടും? യെസ്, കോൺജുഗേറ്റ് കിട്ടും. പ്ലസ് ഉള്ള മൈനസ് ആക്കാറ് സൈന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റ് കിട്ടും. ക്ലിയർ? സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് Z is equal to A + IB ആണ്. ദെൻ Z ബാർ A - IB ആണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഫോമിലാണ് നമ്മളുടെ Z എങ്കിൽ താഴെ കാണുന്ന ആളുടെ കോൺജുഗേറ്റ് എടുത്തിട്ട്, അതായത് 1 - iന്റെ കോൺജുഗേറ്റ് എന്താ? 1 + i. അതെടുത്തിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ലൈക്ക് ദിസ്, ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ മുകളിലും താഴെയും എന്ത് ചെയ്യുക? താഴെ കാണുന്ന ടേമിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ്? താഴെ കാണുന്ന I അങ്ങോട്ട് പോയി കിട്ടും. കാരണം താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു A - B × A + B ഫോമില. A - B × A + B എന്ന് പറഞ്ഞാൽ A² - B². അപ്പോൾ ഇവിടെ A - IB യും A + IB ഫോമിലായിരിക്കും. കറക്റ്റ് അല്ലേ? ഫോർ എക്സാമ്പിൾ 2 - 3i താഴെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ 2 + 3i വരും. ഇത് ഏത് ഫോമില? A - IB × A + IB ഫോമിൽ. നമുക്ക് പഠിച്ച A² - B² എന്ന് പറയുന്ന ഇനീക്വാളിറ്റി കൊടുക്കുക. ബട്ട് B² കൂടെ IB² ആവും. അപ്പോൾ അവിടെ ഒരു I² വരും. I² വാല്യൂ -1 ആയതുകൊണ്ട് A² - B² വരും. സോ നമുക്ക് അയാൾ A² + B² ആക്കാം. ഞാൻ മുകളിൽ അതൊരു ഐഡന്റിറ്റി പോലെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക്. I വരുമ്പോൾ Iന്റെ സ്ക്വയർ സംഭവിക്കും. എങ്ങനെടാ? Iന്റെ സ്ക്വയർ വരുമ്പോൾ അത് എന്താവുന്നതാ? പ്ലസ് ആവുന്നതാ. സോ ഇതൊരു റിസൾട്ട് പോലെ പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 - 3i × 2 + 3i എന്താ ഇവിടുത്തെ ആൻസർ വരാ? 2² പ്ലസ് Iനെ ഇൻക്ലൂഡ് ആക്കരുത്, 3². ഈ കേസിൽ എൻ്റെയും ബിന്റെ വാല്യൂ എന്തൊക്കെ? 1 ഉം
ബീൻ്റെ വാല്യൂ, ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, അത് പ്ലസ്സിലും മൈനസിലും ഉണ്ടാവും. നിങ്ങൾ പോസിറ്റീവ് വാല്യൂ പറഞ്ഞാൽ അതും 1 ആണ്. സോ താഴെ a മൈനസ് ഐ ബിൻ്റെ a പ്ലസ് ഐ ബി ചെയ്യുമ്പോൾ 1² പ്ലസ് 1² എന്ന് വരും. ക്ലിയർ അല്ലേ? മുകളിൽ സാധാ ബ്രാക്കറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ബട്ട് ഇത് രണ്ടും ഒരേ ടേമാ, 1 പ്ലസ് ഐയും 1 പ്ലസ് ഐയും 1 പ്ലസ് ഐയും 1 പ്ലസ് ഐയും മൾട്ടിപ്ലൈ ചെയ്താൽ 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ വരില്ലടാ. സോ ന്യൂമറേറ്ററിൽ 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ, താഴെ ഈ ഒരു ഐഡന്റിറ്റി പ്രകാരം 1² പ്ലസ് 1² വരും. ക്ലിയർ ആയോ? ക്ലിയർ ആയോടാ? സോ ഇനി ചെയ്യേണ്ട കാര്യം എന്താ, ഇനി ന്യൂമറേറ്ററിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? റെഡി, a പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a സ്ക്വയർ അതായത് 1ന്റെ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അതായത് ഐ സ്ക്വയർ, താഴെ ഞാൻ പറഞ്ഞ പ്രകാരം 1² ആഡ് ചെയ്താൽ 2 കിട്ടും. ക്ലിയർ അല്ലേ? ഇനി മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 × 1 × i എന്ന് പറഞ്ഞാൽ 2i ആണ്, ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. സോ അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് 1 ഇവിടെ കൊടുത്ത് 2i ഇവിടെ ഉണ്ട്, ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്, ഡിവൈഡഡ് ബൈ 2. ഇനി നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ ആരെ ക്യാൻസൽ ചെയ്യടാ? 1ഉം -1ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി ഉണ്ടാവുക 2i/2 ആണ്. 2i/2 എന്ന് പറഞ്ഞാൽ i ആണ്. ബട്ട് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇയാളെ a പ്ലസ് ഐ ബി ഫോമിൽ എക്സ്പ്രസ് ചെയ്തിട്ട് കോൺജുഗേറ്റ് കാണാനാണ്. സോ a പ്ലസ് ഐ ബി ഫോം എന്ന് പറഞ്ഞാൽ i എന്ന് പറഞ്ഞാൽ അതിന്റെ a പ്ലസ് ഐ ബി 0 പ്ലസ് ഐ എന്ന പാറ്റേണിലാണ് വരാം. സോ ഗൈസ് ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ക്ലിയർ അല്ലടാ? പറഞ്ഞ മനസ്സിലായല്ലോ? അതായത് 2i/2 വരും, 2 കട്ടാവും, ഫൈനലി i കിട്ടും. സോ a പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റണമെങ്കിൽ 0 പ്ലസ് ഐ. ക്ലിയർ അല്ലേ? ബട്ട് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കോൺജുഗേറ്റ് കാണണം. സോ therefore 0 പ്ലസ് ഐ ആണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്താൽ അല്ലേ, ഇയാളുടെ വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂ ഐ ആണ്, അതിന് a പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോൾ 0 പ്ലസ് ഐ ഫോമിലേക്ക് മാറ്റി. therefore or implies z bar conjugate 0 പ്ലസ് ഐ ആണെങ്കിൽ നമുക്ക് 0 മൈനസ് ഐ എന്ന് വിളിക്കുക. ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ? സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, 1/z കാണണം. 1/z നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാം. ഇനി 1/z എന്ന് മാത്രമല്ല z⁻⁻1 എന്നും ചോദിക്കാം. 1/z വിളിക്കുന്ന വേറെ പേരെന്താ? z⁻⁻1. 1/z എന്ന് പറഞ്ഞാലും z⁻⁻1 എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ കാണണ്ടേ? യെസ്, ഇതാണ് ഫോർമുല, z ബാർ ബൈ മോഡ് z². കോൺജുഗേറ്റ് കണ്ട് മോഡുലസിന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ് മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞ a പ്ലസ് ഐ ബി ആണ് നമ്മളുടെ z എങ്കിൽ z ബാർ a മൈനസ് ഐ ബി ആന്ന് പറഞ്ഞല്ലോ. ഇനി മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √a² പ്ലസ് b² ആ. റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും സ്ക്വയർ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. സോ നമുക്ക് കണ്ടുപിടിക്കാം നമ്മളുടെ ഏത് 1/z നമുക്ക് കണ്ടുപിടിക്കാം. therefore 1/z is equal to z bar divided by അതായത് 0 മൈനസ് ഐ ഡിവൈഡഡ് ബൈ മോഡ് z² അതായത് മോഡുലസ് ഓഫ് √0² പ്ലസ് 1² എന്ന ഫോമിലേക്ക് മാറും. അതായത് 0 മൈനസ് ഐ ബൈ 1 ആണ്, വിച്ച് ഇസ് 0 മൈനസ് ഐ. സോ z⁻⁻1 ഓർ 1/z വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടടാ? z⁻⁻1 അല്ലെങ്കിൽ 1/z വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 0 മൈനസ് ഐ കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇൻ കേസ് ഇവിടെ വേറെ രീതിയിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, അതായത് വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് 0 പ്ലസ് ഐ എന്ന ഫോമിലേക്ക് കൊടുക്കാം. സോറി, ഇവിടെ ഒരു 2 മൈനസ് ഐ ആണ് വിചാരിക്കുക, 2 മൈനസ് 3i. z 2 പ്ലസ് 3i ആണെങ്കിൽ z ബാർ വരുന്നത് 2 മൈനസ് 3i ആവും. ഇവിടെ √2² പ്ലസ് 3² ആ പാറ്റേണിൽ വരും. ക്ലിയർ ആയോ? സോ ഗൈസ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആക്ച്വലി ലീനിയർ ഇനീക്വാളിറ്റീസ് അല്ലേ. ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഒരു നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഉണ്ടാവുന്ന പ്രത്യേകം ശ്രദ്ധിക്കാം മിക്ക ക്വസ്റ്റ്യനിലും. സോ ഫസ്റ്റ് ഇയാളെ സോൾവ് ചെയ്യണം. സോ ഇയാൾ LCM എടുക്കുക. ഇവിടെ താഴെ കോമൺ ആയിട്ട് ഒരു നമ്പർ കിട്ടണം. 2 കൊണ്ടും 3 കൊണ്ടും പോകുന്ന കോമൺ നമ്പർ ആണ് 6 എന്നുള്ളത്. സോ ഡിനോമിനേറ്റർ 6 ആക്കാൻ വേണ്ടി നോക്കാം. ഡിനോമിനേറ്റർ 6 ആക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ബൈ 6 കൊടുത്താൽ മതി. അതിന്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്യാൻ മുകളിൽ 6 കൊടുക്കുക. ഇത് 6 ആക്കണമെങ്കിൽ *3 കൊടുക്കണം, മുകളിലും *3 കൊടുക്കുക. ഇത് 6 ആക്കണമെങ്കിൽ *2 കൊടുക്കണം, മുകളിലും *2 കൊടുക്കുക. നോക്കടാ, ഇപ്പൊ ഡിനോമിനേറ്റർ എല്ലാതും 6 ആയി മാറി. അങ്ങനെ മാറിയാൽ നമുക്ക് കോമൺ ആയിട്ട് 6 എടുക്കാം. ക്ലിയർ അല്ലേ? കോമൺ ആയിട്ട് 6 വന്ന് ഈ 6നെ അതർ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ ആൻസർ കിട്ടും. സോ 6നെ അതർ സൈഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ ഇവിടെ നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? ആ 11ഉം 11ഉം ക്യാൻസൽ ചെയ്യാം.
സോ എക്സ് ലെസ് ദാൻ 6 എന്ന് നമുക്ക് ഫൈനലി കിട്ടും. ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ബട്ട് ഇത് നമ്പർ ലൈനിൽ കാണിക്കണം. അതെങ്ങനെ കാണിക്കുക? ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിന്റെ മുകളിൽ ആരെ മാത്രം മാർക്ക് ചെയ്യുക? 6നെ മാത്രം മാർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? 6ന് ജസ്റ്റ് ഒരു വട്ടം വരയ്ക്കുക. 6 എന്നുള്ളത് മൈനസ് ഇൻഫിനിറ്റി ആണെന്നും ഇത് പ്ലസ് ഇൻഫിനിറ്റി ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. റെഡി. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഈ 6ൽ നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6ന്റെ ഈ ഒരു റൗണ്ട് ഷെയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ഹോളോ ആയിട്ട് വെച്ചാൽ മതി. റെഡി. എക്സ് ലെസ് ദാൻ 6 എന്നാ പറഞ്ഞത്. സോ 6ൽ കുറവുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതിന് ലെഫ്റ്റ് സൈഡ്, ഇതിന്റെ ലെഫ്റ്റ് സൈഡാണ് 6ൽ കുറവുള്ള വാല്യൂസ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് മാത്രം ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് ഷെയ്ഡ് ചെയ്യുക. അതോടുകൂടി നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഗൈസ്. സോ നമ്മളെ 4th ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇവിടെ 6നെ ഹോൾ ആയിട്ട് കൊടുക്കണം. ക്ലിയർ അല്ലേ? സോ ഗൈസ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയില്ലേ? റെഡി അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ റെഡി. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? നമ്പർ ഓഫ് 3 ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ്. 3 ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ് വേണം. അപ്പൊ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ 3 പ്ലേസ് അലക്വേറ്റ് ചെയ്ത് കൊടുക്കണം. ബട്ട് 3 ഡിജിറ്റ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഓഡ് പ്ലേസ് ശ്രദ്ധിക്കുക. ചിലപ്പോൾ റെസ്ട്രിക്ഷൻ ക്വസ്റ്റ്യനിൽ വരും. ഓഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേസിൽ വരാൻ പറ്റുന്ന നമ്പർ 2, 4 പറ്റൂല. 1, 3, 5 പറ്റും. നമ്മളെ കയ്യിലുള്ളത് 1, 2, 3, 5 ആ. 1, 2, 3, 4, 5 ആ. സോ 1, 3, 5 പറ്റും, 2, 4 പറ്റൂല. അപ്പൊ റെസ്ട്രിക്ഷൻ വന്ന് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, അതായത് 1 പ്ലേസിൽ ഒരിക്കലും ഓഡ് നമ്പേഴ്സ് അല്ലാതെ വേറെ ആരും കൊടുക്കാൻ പറ്റൂല. സോ ഈ പ്ലേസ് നമുക്ക് എത്ര വേസിൽ ഫില്ല് ചെയ്യാൻ പറ്റും? ജസ്റ്റ് നോക്കാം. 1, 3, 5 എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. വിച്ച് മീൻസ് ഈ പ്ലേസ് നമുക്ക് 3 വേസിൽ ഫില്ല് ചെയ്യാം. എത്ര വേസിലാ? 3 വേസിൽ ഇത് ഫില്ല് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റേഷൻ അലൗഡ് അല്ല. സോ ഒരു നമ്പർ ഇവിടെ പോയിട്ടുള്ളൂ. അത് 1, 3, 5ലുള്ള ഏതോ ഒരു നമ്പർ ഇവിടെ പോയി. നമ്മളെ കയ്യിൽ ഇനി റിമൈനിങ് എത്ര നമ്പേഴ്സ് ഇടാ? മൊത്തം 5 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 1 പ്ലേസിൽ ഏതോ ഒരു ഓഡ് നമ്പർ പോയി. ഇനി നമുക്ക് ഓഡ് ആയാലും ഈവൻ ആയാലും പ്രശ്നമൊന്നുമില്ല. സോ ഇവിടെ ഒരാളെ പോയിട്ടുള്ളൂ. നമ്മളെ കയ്യിൽ ഇനി 4 ആൾക്കാർ ബാക്കിയുണ്ടല്ലോ. സോ ഇവിടെ 4 വേസിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതേപോലെ 2 നമ്പേഴ്സ് ഇപ്പോൾ ഫില്ലായി. 1 പ്ലേസ് ഫില്ലായി, 10 പ്ലേസ് ഫില്ലായി. ഇതിന്ന് 2 ആൾക്കാർ പോയി. ഇവിടുന്ന് 2 ആൾ പോയി കഴിഞ്ഞാൽ ഇനി 3 ആൾക്കാർ ബാക്കി ഉണ്ടാവില്ലോ. സോ ഈ പ്ലേസ് നമുക്ക് എത്ര വേസിൽ ഫില്ല് ചെയ്യാം? ഈ പ്ലേസ് നമുക്ക് 3 വേസിൽ ഫില്ല് ചെയ്യാം. This place can be filled in 3 ways. So required number of ways കിട്ടണമെങ്കിൽ ഇടാ ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആരൊക്കെ? 3ഉം 4ഉം 3ഉം ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 3 × 4 × 3, അതായത് 12 × 3 36 എന്ന് കിട്ടും. സോ 36 രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യനിൽ പറയാതെ പറയുന്ന റെസ്ട്രിക്ഷൻസ് ആണ് എന്ത്? ഓഡ്, ഈവൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. ക്ലിയർ ആയടാ? നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സിന്റെ വാല്യൂ കാണാൻ അടുത്ത ക്വസ്റ്റ്യൻ 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ x/10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്ററിൽ 8 ഫാക്ടോറിയൽ ഉണ്ട്, 9 ഫാക്ടോറിയൽ ഉണ്ട്, 10 ഫാക്ടോറിയൽ ഉണ്ട്. എല്ലാ ഈ 3 ആളെയും കോമൺ ആയിട്ടുള്ള ആളാരാ? ഇപ്പോൾ 9 ഫാക്ടോറിയലിന് നമുക്ക് എന്താ അർത്ഥം? 9 × 8 × 7 × ആ ബാക്കി വരുന്ന എല്ലാവരും 8 ഫാക്ടോറിയൽ ആക്കി എഴുതാൻ പറ്റും. സോ 9 ഫാക്ടോറിന്റെ ഉള്ളിൽ ആരുണ്ട്? 8 ഫാക്ടോറിയൽ ഉണ്ട്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അതാണ്, എല്ലാവരെയും കോമൺ ആയിട്ട് വരുന്ന ആളാരാ? അത് 8 ഫാക്ടോറിയൽ അല്ലടാ. എല്ലാവരെയും കോമൺ ആയിട്ട് വരുന്ന ആൾ 8 ഫാക്ടോറിയൽ അല്ലേ? സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ജസ്റ്റ് എല്ലാവരും 8 ഫാക്ടോറിയലിലേക്ക് എത്തിക്കുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, എല്ലാവരും 8 ഫാക്ടോറിയൽ എത്തിച്ച്. അതായത് 8 ഫാക്ടോറിയലിൽ ഓൾറെഡി 8 ഫാക്ടോറിയൽ ഉണ്ട് അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ. 9 ഫാക്ടോറിയലിന് 9 × 8 ഫാക്ടോറിയൽ എഴുതാ. അതേപോലെ 10 ഫാക്ടോറിയലിന് 10 × 9 × 8 × 7 × 6 × 5 × 4 × 3 × 2 1 എന്ന് പറയുന്ന ഭാഗമാണ് 8 ഫാക്ടോറിയൽ. സോ എല്ലാവരെയും 8 ഫാക്ടോറിയൽ വന്ന് ഇനി നോക്കാം. ഈക്വൽ ടുന്റെ അതർ സൈഡിൽ പ്ലസ് ഉണ്ട്. സോ 2 ടേമിലും, ഇനിയിപ്പോൾ 3 ടേം ഉണ്ടെങ്കിൽ ഇവിടെയും വരണം. അങ്ങനെ 2 ടേമിലും ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്യാൻ ചെയ്യേണ്ടപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കട്ട് ചെയ്യാം. ഇത് കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരുണ്ടാവും? 1 ഉണ്ടാവും. ഇവിടെ 1/9 ഉണ്ടാവും. ഇവിടെ x/10 × 9 ഉണ്ടാവും. ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? 1 × 9 എന്ന് പറയുന്നത് 9 ആണ്. പ്ലസ് 1 ന്യൂമറേറ്ററിലുണ്ട്, ഡിവൈഡഡ് ബൈ 9 ഉണ്ട്. സോ ഇനി എന്ത് ചെയ്യുക? നമുക്ക് ആരെ കട്ട് ചെയ്യുക? ഈ 9ഉം 9ഉം കട്ട് ചെയ്യാൻ പറ്റും. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടാം? 10 is equal to x/10 എന്ന് കിട്ടും. or x is equal to
10 × 10 അതായത് 100 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ താഴെ 100. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണ്ടോ, ഇവിടെ എക്സിന് താഴെ വരുന്ന ആളുടെ സ്ക്വയർ ആയിരിക്കും ആൻസർ വരാം. ഇവിടെ പ്ലസ് ആവണം, മാത്രമല്ല ഇത് കൺസിക്യൂട്ടീവ് നമ്പർ. ഫോർ എക്സാമ്പിൾ 1/5 ഫാക്ടോറിയൽ പ്ലസ് 1/6 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 7 ഫാക്ടോറിയലിന്റെ മുകളിലാണ് എക്സ് ഉള്ളതെങ്കിൽ എക്സിന്റെ വാല്യൂ ഉറപ്പായിട്ടും 49 ആയിരിക്കും, അതായത് ഇയാളുടെ സ്ക്വയർ. അതൊരു ജനറൽ പാറ്റേണിലുള്ള ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. സോ ഗൈസ്, നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞ മൊത്തം 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസും 3 മാർക്കിനാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യേണ്ട 6ാമത്തെ ക്വസ്റ്റ്യൻ. മാത്രമല്ല, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ മൊത്തം പാർട്ട് 1 നമ്മളെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ 6 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. സോ നമ്മളെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാൻ പോവാ. സെന്ററും റേഡിയസും കാണണം. സോ അതിനു വേണ്ടി സർക്കിളിലെ സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്, x-h² പ്ലസ് y-k² r². ഈ ഫോമിൽ നിങ്ങൾ എത്തിക്കണം. സോ ഈ ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ ആ എച്ചും കെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലോ. ആ എച്ച് കെനെ പറയുന്ന പേരാണ് സെന്ററിന്റെ കോർഡിനേറ്റ്. അതായത് ഇവിടുത്തെ കേസിൽ സെന്റർ എന്ന് പറയുന്നത് HK ആണെന്ന് മനസ്സിലാക്കുക. റേഡിയസ് സംശയമൊന്നുമില്ല, ആണ് റേഡിയസ്, ആറിന്റെ സ്ക്വയർ ആണ് അവിടെ ഉണ്ടാവുക. സോ ഇയാളെ ഈ ഫോമിൽ എത്തിക്കണം. അതായത് എക്സ് ഒരു സൈഡിൽ വൈ ഒരു സൈഡിൽ, ആ രീതിയിൽ മൂവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഗൈസ്, എക്സ് വരുന്ന ആൾക്കാരൊപ്പം ചെയ്താൽ വൈ വരുന്ന ആളുകളുടെ ഒപ്പം ചെയ്താൽ കോൺസ്റ്റന്റ് ടേമിന് അങ്ങോട്ട് ഉണ്ടാവുക. ഹിയർ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഇനി ചെയ്യേണ്ട കാര്യം എക്സ് വരുന്ന ആൾക്കാരും വൈ വരുന്ന ആൾക്കാരും ഒപ്പമായി കോൺസ്റ്റന്റ് അതർ സൈഡിലെ ഇതിനെ കംപ്ലീറ്റഡ് സ്ക്വയർ ഫോമിലേക്ക് മാറ്റാം. x² എന്ന് കണ്ടാൽ മനസ്സിലാക്കുക ഒന്നാമത്തെ ടേം എക്സ് ആണ്. ഇവിടെ മൈനസ് കണ്ടാൽ മനസ്സിലാക്കുക ഇവിടെ മൈനസ് ആണ് വരുന്നത്. ഇൻ കേസ് ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ y+ എന്ന് പറയുന്ന ഫോമില ഉണ്ടാവുക. നമുക്ക് കംപ്ലീറ്റഡ് സ്ക്വയർ ഫോമില വേണ്ടി. സോ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന പാറ്റേണിലേക്ക് വരണം. സോ ഇവിടെ വരാം x- ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ് അതിന്റെ പകുതി നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. സോ x-4² ഇവിടുത്തെ കേസിലാണെങ്കിൽ y+5². ബട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈനോമിയൽ തിയറത്തിൽ പവർ 2 ആണെങ്കിൽ അവിടെ 3 ടേം ഉണ്ടാവും. ബട്ട് ഇവിടെ ആകെ 2 ടേം ഉള്ളൂ. കറക്റ്റ് അല്ലേ? ഇവിടെ 2 ടേം ഉള്ളൂ. ഇതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് ഞാൻ x-4² എന്ന് വിളിച്ച്. സോ ഹോൾ സ്ക്വയർ എന്ന് കണ്ടാൽ 3 ടേം ഉണ്ടാവും. ബട്ട് ഇവിടെ ആകെ 2 ടേം ഉള്ളൂ. സോ എക്സ്ട്രാ വരുന്ന ടേം എപ്പോഴും ഇയാളുടെ സ്ക്വയർ ആയിരിക്കും. സോ ജസ്റ്റ് ഒരു -4² കൊടുത്താൽ മതി. ഇതൊരു പ്രൊസീജിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണ് x²-6x എന്ന് കണ്ട് ഇയാൾ നമുക്ക് എന്ത് ചെയ്താൽ x-3² ഇനി ഇവിടെ 2 ടേം ഉള്ളല്ലോ, ഇവിടെ 3 ടേം വന്നല്ലോ. ഹോൾ സ്ക്വയർ എന്ന് കണ്ടാൽ 3 ടേം ഉണ്ടാവും. സോ ജസ്റ്റ് ഒരു -3² കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ വന്ന 3² ഇവിടെ കട്ടാവും. അങ്ങനെ മനസ്സിലാക്കുക. സോ ഒന്നാമത്തെ ആൾ നമുക്ക് x-4² എന്നും രണ്ടാമത്തെ ആളെ y+5² എന്ന് വിളിക്കാം. ഇവിടെ എക്സ്ട്രാ വന്ന 4ന്റെ സ്ക്വയർ ഇവിടെ മൈനസ് ചെയ്ത് ഇവിടെ എക്സ്ട്രാ വന്ന 5ന്റെ സ്ക്വയർ മൈനസ് ചെയ്ത്. സോ നമുക്ക് എന്തായി ഒരു എക്സും വൈയും കംപ്ലീറ്റഡ് സ്ക്വയർ ഫോമിൽ കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം കോൺസ്റ്റന്റ് എല്ലാവരും അതർ സൈഡിലേക്ക് കൊണ്ടുപോവാം. സോ -4ഉം അതേപോലെ -5ന്റെയും സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ 4² 5² ആവും. ഇനി ചെയ്യേണ്ട കാര്യം എന്താ, ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ 12 പ്ലസ് ഇത് 16 ആണ്, ഇത് 25 ആണ്, ഇത് 12 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12ഉം 16 എത്രടാ 28 ആയി. 28ഉം 25ഉം ആഡ് ചെയ്താൽ 53 ആയി. സോ നമുക്ക് പറയാം ഈക്വൽ ടു 53 എന്ന് പറയാം. അതായത് ഈ സൈഡിലുള്ള ആൾ അതേപോലെ ഉണ്ടാവും കേട്ടോ. x-4² പ്ലസ് y-5² ഇസ് ഈക്വൽ ടു 53 എന്ന് കിട്ടും. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുക. ഇത് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എച്ചിന്റെ വാല്യൂ 4 ആണ് അല്ലെ, y+5 ആണല്ലേ, y- അല്ല y+5. സോ y-kന്റെ പ്ലേസിലാണ് ആരുള്ളത്, y+5 ഉള്ളത്. ഇങ്ങനെ പ്ലസ് കണ്ടാൽ നിങ്ങൾ അതിനെ മൈനസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, മൈനസ് റെഡിയല്ലേ. സോ ഇവിടെ എന്തായിരിക്കും, കെന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. പ്ലസ് എന്ന് കണ്ടാൽ മൈനസ് ആക്കാം, കാരണം y- കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് കെ. y- കഴിഞ്ഞിട്ട് വരുന്ന ആളാരാ, -5 ആണല്ലോ. സോ നമുക്ക് പറയാം എച്ചിന്റെ വാല്യൂ 4 ആണെന്ന് പറയാം. therefore നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സെന്റർ എന്ന് പറഞ്ഞാൽ HK ആണ്, അതായത് 4, റേഡിയസിന്റെ സ്ക്വയർ ആണ് 53. സോ റേഡിയസ് ആണെങ്കിൽ therefore റേഡിയസ് ഇസ് ഈക്വൽ ടു √53. ക്ലിയർ അല്ലേ, √53. ഇതോടുകൂടി നമ്മളുടെ റേഡിയസും കംപ്ലീറ്റ് ആയി. മനസ്സിലായടാ, പറഞ്ഞ കാര്യം മനസ്സിലായോ? സോ ഇങ്ങനെ സെന്റർ റേഡിയസ് കാണുന്ന കാര്യം. ഒരു കാര്യം കൂടി പറയാം, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കോണിക് സെക്ഷനിൽ പാരാബോള 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. മൊത്തം 7 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ഈ ചാപ്റ്റർ മൊത്തം 7 മാർക്കിനാണ്. ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഗൈസ്. സോ നമ്മളുടെ 6th ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആക്ച്വലി അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ. നമ്മൾ ഇന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എക്സ്പെക്ട് ചെയ്യും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ ഫസ്റ്റ് ചോദിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ലിമിറ്റ് x → a.
എങ്ങോട്ടാണോ ടെൻഡ് ചെയ്യുന്നത്, അപ്പോൾ എക്സ് ടെൻസ് എ ആണെങ്കിൽ താഴെയും എക്സ് മൈനസ് എ, മുകളിലും എക്സ് മൈനസ് എ, താഴെയുള്ള ആൾ വെറുതെ നിൽക്കുക, മുകളിലുള്ള ആൾക്ക് രണ്ടാക്കും ഒരേ പവർ. ഇങ്ങനെ വന്നാൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാർട്ട് 1 നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ കൺസെപ്റ്റ് എന്തോ അപ്ലൈ ചെയ്യാനുണ്ടാവും പാർട്ട് 2. ഈ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ടാവും, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പവർ താഴെ എക്സ് മൈനസ് എ കാണുന്ന സ്ഥലത്ത് എക്സ് ക്യൂബ് മൈനസ് 8 എന്നുള്ളത്. സോ ശ്രദ്ധിക്കുക, മുകളിലും താഴെയും പവർ എന്നാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ഈ 8നെ നമുക്ക് ഈ പവറിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ആരെങ്കിലും ക്യൂബ് ചെയ്ത് 8 കിട്ടോ? 2 ക്യൂബ് 8 അല്ലേ? സോ 8ന്റെ സ്ഥാനത്ത് നമുക്ക് അറിയാം 2 ക്യൂബിന് ഇതാ. അതേപോലെ സിമിലർലി ഈ 32ന് ഈ സെയിം പവർ, അതായത് ഇവിടെ പവർ സെയിം ആയിരിക്കണം. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് 32 എന്ന് പറഞ്ഞാൽ 2⁵5 ആണ്, 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാ. ഫസ്റ്റ് സ്റ്റെപ്പ് അതാ, അതായത് പവർ ഫോമിൽ ചെയ്താ, മുകളിലും പവർ ഫോമിൽ എഴുതുന്നു, താഴെയും പവർ ഫോമിൽ എഴുതുന്നു. അപ്പോൾ ഇനി 16 ആണെങ്കിൽ നിങ്ങൾ 2⁴ എഴുതേണ്ടി വരും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് x⁴ ക്വസ്റ്റ്യനിൽ തരുള്ളൂ. x⁴ - 16 അപ്പം നമ്മൾ എന്താക്കും? x⁴ - 2⁴ ആക്കും. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഈ റിസൾട്ടിലേക്ക് എത്തിക്കുക. ഈ റിസൾട്ടിലേക്ക് എത്തിക്കുക പറഞ്ഞാൽ താഴെ എക്സ് മൈനസ് എ വേണം. സോ ഇവിടെ ഒരു എക്സ് മൈനസ് എ കൊണ്ടുവരണം, ഇവിടെയും കൊണ്ടുവരണം. അതായത് മുകളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏതാ നമ്പർ? x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ മുകളിലും ഡിവൈഡ് ചെയ്യണം, താഴെയും ഡിവൈഡ് ചെയ്യണം. മുകളിലും താഴെയും x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട പ്രശ്നമൊന്നുമില്ല. ഇത് രണ്ടും കട്ടായി പോയി കഴിഞ്ഞാൽ വീണ്ടും പഴയ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇനി നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ലിമിറ്റ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്താൽ പിന്നെ ഇത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്കായി ഡയറക്റ്റ് നിങ്ങൾക്ക് വാല്യൂ എഴുതാൻ പറ്റും. എന്താ കിട്ടുക? ന്യൂമറേറ്ററിൽ എന്ത് വരട? ഈക്വൽ ടു മുകളിൽ n ഇൻറ്റു, അതായത് 5 ഇൻറ്റു a⁵2⁵5 - 1 കിട്ടും. ഇവിടെ 3 ഇൻറ്റു 2⁵3 - 1 എന്നും കിട്ടും. സോ 5 ഇൻറ്റു 2⁴ മുകളിൽ ഉണ്ടാവും, താഴെ 3 ഇൻറ്റു 2⁵2 ഉണ്ടാവും. 2⁴ 2⁵2 നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇവിടെ 4 പ്രാവശ്യം 2 വരുന്നുണ്ട് എന്നാ പറഞ്ഞത്, താഴെ 2 പ്രാവശ്യമേ ഉള്ളൂ. സോ 2 നമുക്ക് കട്ട് ചെയ്യാം. സോ ബാക്കി എന്താ ഉണ്ടാവുക? 5 ഇൻറ്റു 2² ഡിവൈഡഡ് ബൈ 3, അതായത് 2² വാല്യൂ 4 ആണ്. സോ 5 ഇൻറ്റു 4 20 ആണ്. സോ 20/3 ആണ് ഫൈനൽ ആൻസർ വരാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 1 വെച്ചിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1നെ നമുക്ക് ഇവിടുത്തെ പവർ ഏതാണ് ആ ഫോമിലേക്ക് മാറ്റാം. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം? ഈ ഒരു ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ ആയടാ? ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യമൊക്കെ സെറ്റ് അല്ലേ? സോ ഗൈസ്, നമ്മളെ പാർട്ട് എയിലെ 7th ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. മൂവിങ് ഓൺ ടു ദി 8th ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി പ്രോബബിലിറ്റി എന്നാ. അതായത് എ ഡൈ ഈസ് റോൾഡ്, ലെറ്റ് ഇ ബി ദ ഇവന്റ്. എപ്പോൾ ശ്രദ്ധിക്കുക, പ്രോബബിലിറ്റിയിൽ എന്താണോ റാൻഡം എക്സ്പെരിമെന്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള സാമ്പിൾ സ്പേസ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. ഡൈ റോൾ ചെയ്ത് സാമ്പിൾ സ്പേസ് എന്താ 1 2 3 4 5 6 സാമ്പിൾ സ്പേസ് ചെയ്തതിൽ പോസിബിൾ ആണെങ്കിൽ എപ്പോഴും സാമ്പിൾ സ്പേസ് ചെയ്താൽ 1 2 3 4 5 6 ആണ് ഇവിടുത്തെ സാമ്പിൾ സ്പേസ്. ലെറ്റ് ഇ ബി ദ ഇവന്റ്, ഒരു ഇവന്റ് പറഞ്ഞിരിക്കണേ ഡൈ ഷോസ് 4, ഇതിൽ 4 കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇവന്റ് എന്ന് കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഇവന്റ് എന്ന് കേട്ടാൽ മനസ്സിലാക്കുക സബ്സെറ്റ് ആണ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സെറ്റ്. ഇവന്റ് മീൻസ് സബ്സെറ്റ്. ക്ലിയർ അല്ലേ? സോ ഇതിന്റെ സബ്സെറ്റിൽ 4 വരാ എന്ന് പറഞ്ഞാൽ ആര് മാത്രം? ഈ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, ഒറ്റ ആള് മാത്രമേ ഉള്ളൂ. എഫ് ബി ദി ഇവന്റ്, 2 ഇവന്റ് പറയുന്നുണ്ട്. ഇ ബി ദി ഇവന്റ് ഡൈ ഷോസ് 4. അതേപോലെ എഫ് ബി ദി ഇവന്റ് ഡൈ ഷോസ് എൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ ആരൊക്കെ? 2 4 6. ഡൈ 4 ഷോ ചെയ്യാൻ 4 കാണിക്കാറുണ്ട്, 4 മാത്രമേ ഉള്ളൂ അല്ലേ? സോ ഇവിടെ ഇയും എഫും ലിസ്റ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ഇയും എഫും ലിസ്റ്റ് ചെയ്ത്. ക്ലിയർ അല്ലേ? ഇയും എഫും ലിസ്റ്റ് ചെയ്ത്. ഇനി പറഞ്ഞ കാര്യം എന്താ? ഈ 4 ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചു. ഒന്നാമത് പറഞ്ഞ് ഇയും എഫും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, രണ്ടാമത് പറഞ്ഞ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താറുണ്ട്? അതിന്റെ ഡെഫിനേഷൻ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എയും ബിയും. ഇപ്പോൾ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് അർത്ഥം. എന്താ ഡിസ്ജോയിന്റ്? ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു വേ ഓഫ് ടോക്കിംഗ് ആണ്. അതിനെ പ്രോബബിലിറ്റി സംസാരിക്കുന്ന ആൾ എന്താ പറയാ? മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അങ്ങനെ മനസ്സിലാക്കിയാൽ രണ്ടും 2 ലാംഗ്വേജ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് കണ്ടാൽ മനസ്സിലാക്കുക ഡിസ്ജോയിന്റ് ആണ്. ഡിസ്ജോയിന്റ് എന്ന് പറയുന്നത് എന്താ? എ ഇന്റർസെക്ഷൻ ബി എടുത്താൽ നൾ സെറ്റ് കിട്ടണം. ഇവിടെ ഇയും എഫ് നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? 4 വരുന്നുണ്ട്. സോ വിച്ച് മീൻസ് ഇത് എന്തല്ല? നൾ സെറ്റ് അല്ല.
ഈ ഇന്റർസെക്ഷൻ എഫ് എന്തല്ല നൾ സെറ്റ് അല്ല. നൾ സെറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം മ്യൂച്വലി എക്സ്ക്ലൂസീവ്. സോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ തെറ്റാ അല്ലെ? ഈ ഓപ്ഷൻ തെറ്റല്ലേ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ തെറ്റാണ്. ബട്ട് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്, നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇത് കറക്റ്റാ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇത് ഒരിക്കലും എന്ത് കിട്ടില്ല, 4 കിട്ടില്ല, പകരം നൾ സെറ്റ് കിട്ടാൻ പറ്റുള്ളൂ. ഇനി എന്ത് പറഞ്ഞേ, എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞേ. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഇന്റർസെക്ഷനിൽ എടുത്ത് എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ യൂണിയൻ എടുത്ത സാമ്പിൾ സ്പേസ് കിട്ടണം. യൂണിയൻ എടുത്ത ഒരിക്കലും സാമ്പിൾ സ്പേസ് കിട്ടൂല, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഇത് എക്സോസ്റ്റീവ് അല്ല. അതേപോലെ സിമ്പിൾ ഇവന്റ് അല്ല. സിമ്പിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ആളുണ്ടാകാൻ പറ്റുള്ളൂ. ഇവിടെ ഈ സിമ്പിൾ ഇവന്റ്, ബട്ട് എഫ് എന്തല്ല, സിമ്പിൾ ഇവന്റ് അല്ല, പകരം കോമ്പൗണ്ട് ഇവന്റ് ആണ്. മനസ്സിലാക്കുക. ബി എന്താടാ, സോറി എഫ് എന്താണ്, കോമ്പൗണ്ട് ഇവന്റാ. മനസ്സിലായോ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണേ. നമ്മളത് സെഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യൻസ് ഉള്ളത് എന്ന് പറഞ്ഞ്, സോ 3 മാർക്കിന് ക്വസ്റ്റ്യൻ എന്താ, കുറഞ്ഞ സമയം കൊണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് 3 coins ആർ ടോസ്ഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ സാമ്പിൾ സ്പേസ് എഴുതണം. 3 coin ടോസ് ചെയ്ത് അവിടുത്തെ സാമ്പിൾ സ്പേസ് എങ്ങനെ ഉണ്ടാവും നമുക്ക് എഴുതി വെക്കാമല്ലോ. 3 coin ടോസ് ചെയ്യാനുള്ള സാമ്പിൾ സ്പേസ് ഇങ്ങനെ ഉണ്ടാവുക. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കോയിന്റെ കേസിൽ ഹെഡോ ടെയിലോ ഏതെങ്കിലും ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. 3 coin ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഹെഡ് അല്ലേ മാക്സിമം. 3 coin ടോസ് ചെയ്താൽ 4 ഹെഡ് കിട്ടില്ലല്ലോ. സോ നമ്പർ ഓഫ് ഹെഡ് വെച്ചിട്ട് ഞാൻ സാമ്പിൾ സ്പേസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നല്ല പോലെ ശ്രദ്ധിച്ചോളാം. 3 coin ടോസ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ 3 ഹെഡ് കിട്ടാം. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ കേസ് ആക്ച്വലി 3 ഹെഡാ, അതായത് 3 ഹെഡ് വരുന്ന കേസ് 3 ഹെഡ്. മൂന്നും ഹെഡ് വരുന്ന ഒരേ ഒരു കേസ് ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞ 3 coin ടോസ് ചെയ്താൽ 3 ഹെഡ് അല്ലാണ്ട് 2 ഹെഡ് കിട്ടിക്കൂടെ? 2 ഹെഡ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്ന ഓപ്ഷൻസ് ആക്ച്വലി ഇത്രയാണ്. ഇത്രയും കേസിൽ നിങ്ങൾക്ക് 2 ഹെഡ് കിട്ടുന്ന കേസാ. മനസ്സിലായോ? ഇത്രയും കേസ് എന്താണ്, 2 ഹെഡാ. ടു ഹെഡ്. ഇനി ഒരു ഹെഡ് ആവാം. അപ്പൊ അടുത്ത 3 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 3 ഒരു ഹെഡ് വരുന്ന കേസാ. 1 ഹെഡ്. ലാസ്റ്റ് പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടല്ല, 0 ഹെഡ് വരുന്ന കേസാണ് അവസാനത്തത്. 0 ഹെഡ് വരുന്ന കേസ്. സോ കോയിൻ ടോസ് ചെയ്ത് 3 കോയിനാ ടോസ് ചെയ്ത് 3 ഹെഡ് വരെ കിട്ടാം, അല്ലെങ്കിൽ 2 ഹെഡാ കിട്ടാം, അല്ലെങ്കിൽ ഒരു ഹെഡ് 0 ഹെഡ്, അങ്ങനെ എഴുതിയാൽ മതി. 3 ഹെഡ് ആണ് ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. 2 ഹെഡ് വരാൻ ഇവിടെ 2 വരാം, ഇവിടെ 2 വരാം, ഫസ്റ്റും ലാസ്റ്റും വരാം. അതേപോലെ ഒരു ഹെഡ്, ദെൻ 0 ഹെഡ്. ആ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെയിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ 3 ടെയിൽ ആവാം, 2 ടെയിൽ, 1 ടെയിൽ, 0 ടെയിൽ, അങ്ങനെ ചെയ്താം. ക്ലിയർ ആയോ? സോ ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഇനി ചെയ്യേണ്ട കാര്യം ആക്ച്വലി നിങ്ങളോട് പറഞ്ഞ ക്വസ്റ്റ്യൻ 3 coin ടോസ് ചെയ്ത് എ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓൺ ദി ഫസ്റ്റ് കോയിൻ. ഇതിൽ ഫസ്റ്റ് ഹെഡ് വരുന്ന ആൾക്കാർ ഈ രണ്ടും ഇതും മൊത്തം 4 ആൾക്കാരല്ലേ. സോ എ എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരുണ്ടാവും. ആരൊക്കെ? HHH, HST, ദെൻ STHും HTTയും 4 ആൾക്കാർ കിട്ടി. റെഡി അല്ലേ? എ കിട്ടി. അപ്പോൾ എ കിട്ടി. ദെൻ റൈറ്റ് ദി ഇവൻസ് എ ആൻഡ് എ ഡാഷും എഴുതണം. എന്താണ് എ ഡാഷിന്റെ ഡെഫിനിഷൻ? സാമ്പിൾ സ്പേസ് ഒന്ന് എനെ ഒഴിവാക്കിയാൽ മതി. ഈ ഫസ്റ്റ് ഹെഡ് വരുന്ന കേസ് 4 അത് 4 ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കി 4 ആൾക്കാരാണ് എ ഡാഷിൽ ഉണ്ടാവുക. സോ എ ഡാഷ് എന്താ? സാമ്പിൾ സ്പേസിൽ നിന്ന് ഇത്രയും ആൾക്കാർ ഒഴിവാക്കാം. സോ HHH പോയി, HST പോയി, HTH പോയി, HTT പോയി. സോ റിമൈനിങ് 4 ആൾക്കാർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇതോടുകൂടി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തീർന്ന്. ക്ലിയർ ആയോ? സോ ഇങ്ങനെ 8 ക്വസ്റ്റ്യൻസ്, അതായത് 3 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് ഗൈസ്. സോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നല്ലപോലെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ ആയോ? സോ നമ്മൾ പാർട്ട് ബിയിലേക്ക് അടുക്കാം. പാർട്ട് ബി എന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായില്ല. 4 മാർക്കിന്റെ സെക്ഷൻസിലേക്ക് അടുക്കാൻ പോവാം. 4 മാർക്കിന്റെ സെക്ഷനിൽ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. ഇവിടെയുള്ള മിക്കതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ NP0ന്റെ വാല്യൂ. ഇതൊന്നും നിങ്ങൾ കാണാണ്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. NPRന്റെ ഫോർമുല ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ NP0 എന്ന് പറയാനുണ്ടാവുക n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-0 ഫാക്ടോറിയൽ എന്നുണ്ടാവും, വിച്ച് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പൊ NP0ന്റെ വാല്യൂ 1 ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താ? NCNന്റെ വാല്യൂ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. NCN സെയിം ആണ്, ഈ ഫോർമുലയിലേക്ക് കൊടുക്കുക. NCN എന്ന് പറഞ്ഞാൽ NPN ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. ഒരു കാര്യം പറഞ്ഞാൽ n ഫാക്ടോറിയൽ താഴെ ഉണ്ട്. NPNന്റെ വാല്യൂ n ഫാക്ടോറിയൽ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
മുകളിൽ n ഫാക്ടോറിയൽ ഉണ്ടാവും, താഴെ n-n, അതായത് n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ കിട്ടും. സോ ഫൈനലി ഇതിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. സോ ഇത് നിങ്ങൾ പഠിച്ചു വെക്കും കേട്ടോ. NC-Nന്റെ വാല്യൂ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. അതായത് യു ആർ ഗിവൺ എ സർക്കിൾ, നിങ്ങൾക്ക് സർക്കിൾ തന്നിട്ടുണ്ട്, ഇതിന്റെ മുകളിൽ കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിൽ 2 പോയിന്റ് വേണം, 2 പോയിന്റ്. ഈ 2 പോയിന്റ് ജോയിൻ ചെയ്താൽ ഒരു കോഡ് കിട്ടും. സോ കോഡ് കിട്ടണമെങ്കിൽ എപ്പോഴും യു ഹാവ് ടു ജോയിൻ 2 പോയിന്റ്സ്. 2 പോയിന്റ് ജോയിൻ ചെയ്യണമല്ലോ. ക്ലിയർ അല്ലേ? സോ ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 21 പോയിന്റ് നിൽക്കുന്നത്. സോ ഓരോ 2 പോയിന്റ് ചൂസ് ചെയ്താലും യു ഗെറ്റ് എ കോഡ്, നിങ്ങൾക്ക് ഒരു കോഡ് കിട്ടും. മനസ്സിലായടാ? ഓരോ 2 പോയിന്റ് ചൂസ് ചെയ്താലും നിങ്ങൾക്ക് ഒരു കോഡ് കിട്ടും. സോ ഈ കേസിൽ 21 പോയിന്റ്സ് ഉണ്ട്. സോ കോഡ് കിട്ടണമെങ്കിൽ 2 പോയിന്റ് മതി. സോ 21 പോയിന്റിൽ നിങ്ങൾ എത്ര 2 പോയിന്റ് സെലക്ട് ചെയ്യുന്നോ, ശ്രദ്ധിക്കണേ, എത്ര 2 പോയിന്റ് സെലക്ട് ചെയ്യുന്നോ നിങ്ങൾക്ക് അത്രയും കോഡ് കിട്ടും. സോ സെലക്ഷൻ ഓഫ് 2 പോയിന്റ്സ് ആണല്ലേ. സെലക്ഷൻ ഓഫ് 2 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? C2 അല്ലേ, 2 പോയിന്റ് ചൂസ് ചെയ്യണം ഫ്രം എ സെറ്റ് ഓഫ് 21 പോയിന്റ്. സോ 21 C2 നമ്മൾ ആൻസർ വരാം. അതായത് മൊത്തം 21 പോയിന്റ്സ് ഉണ്ട്. ആ 21 പോയിന്റ്സ് മൊത്തം 21 പോയിന്റ്സ് ഉണ്ട്. അവിടുന്ന് 2 പോയിന്റ് സെലക്ട് ചെയ്യേണ്ടത്. സോ 21 C2 എന്ന് പറഞ്ഞാൽ 21 P2 ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. 21 P2 എന്ന് പറഞ്ഞാൽ 21 into 20 എന്ന് അർത്ഥം, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 20യും 2ഉം ഡിവൈഡ് ചെയ്താൽ 10 കിട്ടൂലടാ. സോ 21 into 10, അതായത് 210 ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ക്ലിയർ ആയോ? 210 ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ. സെറ്റ് അല്ലേ? സോ നമ്മൾ 9 ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തേ. നമ്മൾ ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അടുക്കാൻ പോവാ. 10th ക്വസ്റ്റ്യൻ എന്താ? 10th ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മളെ ബൈനോമിയൽ തിയറത്തിൽ നിന്നാണ് 10th ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ 10th ക്വസ്റ്റ്യൻ മൊത്തം 20 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. സോ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുള്ളൂ. നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ് 23 എന്ന് കണ്ടേ. ഞാൻ ഇനീഷ്യലി എനിക്ക് പറഞ്ഞത് പവർ 4 ആണെങ്കിൽ മൊത്തം 5 ടേം ഉണ്ടാവും. ബട്ട് അപ്പോഴെപ്പോഴും ശ്രദ്ധിക്കുക, ഇത് 2 ടേം മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം. സോ ഇവിടെ 3 ടേം ഉണ്ട്. 3 ടേം വന്നാൽ നമുക്ക് ഈ കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് 3 ടേം വന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതിൻ്റെ പവറിൽ ഹോൾ സ്ക്വയർ വരുമ്പോഴാണ് 3 ടേം ഉണ്ടാവുക. അതിൽ സംശയമില്ലല്ലോ. ഹോൾ ക്യൂബ് ആണെങ്കിൽ 4 ടേം ഉണ്ടാവും. ഹോൾ റേസ് ടു 5 ആണെങ്കിൽ 6 ടേം ഉണ്ടാവും. സോ ഇവിടെ 3 ടേം കണ്ടാൽ മനസ്സിലാക്കുക, ഇത് ഏതോ സ്ക്വയർ ഫോമാ. അയാൾക്കാണ് പവറിൽ 23 വരുന്നത്. മനസ്സിലായോ? സോ ഇതിനെ സ്ക്വയർ ഫോമിലേക്ക് മാറ്റലാണ് നമ്മളുടെ ഫസ്റ്റ് ഡ്യൂട്ടി. ഇതിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് ആക്ച്വലി x-1 ഹോൾ സ്ക്വയറാ. x-1 ഹോൾ സ്ക്വയർ. സോ ഇയാളെ നമുക്ക് എങ്ങനെ എഴുതാം? x സ്ക്വയർ മൈനസ് 5x പ്ലസ് x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഇയാളെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇയാളെ നമുക്ക് ഇങ്ങനെ എഴുതാം, x-1 ഹോൾ സ്ക്വയർ മൊത്തം പവറിൽ ഹോൾ റേസ് 23. ഇങ്ങനെ ഒരു പവറിന് വീണ്ടും പവർ എന്നാ മനസ്സിലാക്കുക, ആ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതൊരു ബേസിക് റൂളാണ്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാം. a⁻m, അയാൾക്ക് വീണ്ടും n എന്ന് പറയുന്ന പവർ വന്ന്. സോ ഇത് a⁻m into n ഫോമിലേക്ക് മാറും. ഓക്കെ, a⁻m into n ഫോമിലേക്ക് മാറും. സോ ഇവിടുത്തെ കേസിൽ പവറിൽ 2 ഉണ്ട്, 23 ഉണ്ട്. സോ ഫൈനലി ഇത് എന്തായിട്ട് മാറും? a⁻m into n എന്ന് പറഞ്ഞാൽ 2 into 23 x-1 ഹോൾ റേസ് ടു 46 എന്ന് കിട്ടും. പവർ 46 ആണ്. ഇവിടെ 2 ടേം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പറയാം 47 ടേംസ് ഉണ്ടാവും. 47 ടേംസ്. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇതിപ്പോ എനിക്ക് അറിയുന്നോണ്ടല്ലേ x-1 ഹോൾ സ്ക്വയർ ആണ്. ഇത് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? അറിയാത്ത ആൾക്കാർ ഉറപ്പിക്കാം, 3 ടേം അല്ലടാ അവിടെ ഉള്ളത്, 3 ടേം അല്ലേ. 3 ടേം എന്ന് കണ്ടാൽ എന്തായാലും എന്തിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. നിങ്ങൾ അത് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഹോൾ റേസ് 23 വരും. ഇത് 2 മൾട്ടിപ്ലൈ ചെയ്ത് എന്തായാലും 46 ആവില്ലേ. 46 പവറിൽ വന്ന് ഇവിടെ 2 ടേം മാത്രമായി. സോ 47 ടേംസ് ഉണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് അറിയാത്തവർ ഉണ്ടാവരുത്. നമ്മൾ തൊട്ട് മുന്നേ കോണിക് സെക്ഷനിലേക്ക് കംപ്ലീറ്റഡ് സ്ക്വയർ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ക്ലിയർ അല്ലേ? സോ ഗൈസ്, നമ്മളെ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് 1 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഇത് എക്സ്പാൻഡ് ചെയ്യാനാണ് ബി ക്വസ്റ്റ്യൻ. സോ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ശ്രദ്ധിക്കുക, പവർ 4 ആണ്, 5 ടേം ഉണ്ടാവും. പവർ 4 ആണെങ്കിൽ കോഎഫിഷ്യൻ എങ്ങനെ വരാം? ഒന്ന് 4c0. കോഎഫിഷ്യൻസ് നോക്കണേ. പവർ 4 ആണെങ്കിൽ 4c0 വരും. ദെൻ അടുത്ത കോഎഫിഷ്യന്റ് 4c1 ആണ്, ദെൻ 4c2, ദെൻ 4c3, ദെൻ 4c4. അങ്ങനെയാണ്
കോഎഫിഷ്യൻസ് വരാം 4C0 4C1 4C2 4C3 4C4 അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ നോക്കി ചെയ്യാം. എങ്കിൽ പാസ്കൽ ട്രയാങ്കിൾ കൊടുക്കാം. 4C0 ഇത് 1 ആണ് 4 ആണ് 6 ആണ് ദെൻ അഗെയിൻ 4 അഗെയിൻ 1 ഇങ്ങനെയാണ് ഈ വാല്യൂസ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി ചെയ്യേണ്ട കാര്യം ഒന്നാമത്തെ ടേമിന് ഈ 4 എന്ന് പറയുന്ന പവർ കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സിന് ഫസ്റ്റ് കൊടുത്ത പവർ എന്താ x⁴. അടുത്തതിൽ അത് x³ ആവും, ദെൻ x² ആവും, ദെൻ x ആവും. ലാസ്റ്റ് ടേമിൽ ഇയാൾ ഉണ്ടാവില്ല. അതായത് എക്സിന് ഹയസ്റ്റ് പവർ ഈ 4 കൊടുത്ത് അത് കുറച്ച് കൊണ്ടുവരുന്നിട്ട് ലാസ്റ്റ് ആ എക്സ് പോകണം, എക്സ് കംപ്ലീറ്റ് പോകണം. അറ്റ് ദി സെയിം ടൈം ഈ രണ്ടാമത്തെ ആളിടാ, രണ്ടാമത്തെ ആളാരാ? അത് 1/x അല്ലേ? ഈ 1/x മെല്ലെ വളർന്നു വരുന്നു. ഒന്നാമത്തേൽ 1/x ഇല്ല, രണ്ടാമത്തേൽ 1/x വന്ന് അഗെയിൻ 1/xന് സ്ക്വയർ ആയി, 1/xന് ക്യൂബ് ആയി, ലാസ്റ്റ് ഇത് 1/xന്റെ സാമ്രാജ്യം മാത്രമായി മാറി. അതായത് എക്സ് എന്ന് പറയുന്ന ടേം പോയി. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇതിന് വാല്യൂസ് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായടാ? ഇതിന് വാല്യൂസ് കൊടുത്താൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? റെഡി? ഇനി ചെയ്യേണ്ട കാര്യം എന്താ? 4C0 4C1 4C2 4C3 4C4 ഇതിന് വാല്യൂസ് കൊടുക്കുക. 1 4 6 4 1 ഈ പവേഴ്സ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കുക, ഈ പവർ രണ്ടുപേർക്കും കൊടുക്കണം. 1നും സ്ക്വയർ വരും, എക്സിനും സ്ക്വയർ വരും. ഇവിടുത്തെ കേസിൽ 1നും എക്സിനും ക്യൂബ് വരും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എല്ലാവർക്കും പവേഴ്സ് കൊടുത്ത് ഇനി സിംപ്ലിഫൈ ചെയ്യുക. 1 × x⁴ എന്ന് പറഞ്ഞാൽ x⁴ തന്നെയാണ്. പ്ലസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ x³ താഴെ എക്സും. സോ ഒരു എക്സ് മുകളിൽ നിന്ന് കട്ടായിട്ട് x² ആയിട്ട് മാറും. പ്ലസ് ഇവിടെ 2x കട്ടാം, മുകളിലും താഴെയും x² ഉണ്ട്, ഇത് രണ്ടും കട്ടാം. സോ ഫൈനലി 6 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? 6 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. പ്ലസ് അടുത്തത് എന്താ? മുകളിൽ ഒരു എക്സ് ഉള്ളൂ, താഴെ x³ ഉണ്ട്. ശ്രദ്ധിക്കുക, 1² 1 1³ 1 1⁴ 1. അപ്പൊ അതിനെ പറ്റി ഒരു ഡിസ്കഷനും ഇല്ല. വേറെ ഏതെങ്കിലും വാല്യൂ ആണ് നമ്മൾ ചെയ്യേണ്ടി വന്നതിന്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സും x³ കട്ട് ചെയ്യാം. സോ ഫൈനലി 4 × 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 4ന്റെ താഴെ x² ബാക്കിയാവും. അവസാനം നമുക്ക് എന്ത് കിട്ടും? യെസ്, 1/x⁴ ലാസ്റ്റ് ടേമിൽ വരും. ആൻഡ് ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലടാ? സോ ഇങ്ങനെ ബൈനോമിയൽ തിയറത്തിൽ ഒരു ബേസിക് ആയിട്ടുള്ള എക്സ്പാൻഷൻ ആണ് പൊതുവേ ചോദിക്കാറ്. ഇനി ഇതേപോലെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ തൊട്ട് മുന്നുള്ള റിവിഷനിൽ ഡിസ്കസ് ചെയ്താണ്. ഏത് ക്വസ്റ്റ്യൻ? നമ്മൾ a+b⁴ a+b⁴ മൈനസ് a−b⁴ കാണാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. ദെൻ √3 + √2⁴ മൈനസ് √3 - √2⁴ അതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബൈനോമിയൽ തിയറത്തിൽ എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഡു ഇറ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടോ. മോളത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ്. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? a+b⁴ മൈനസ് a−b⁴ വാല്യൂ ആണ്. ദെൻ ഹെൻസ് ഇവാലുവേറ്റ് √3 + √2⁴ മൈനസ് √3 - √2⁴. ഇങ്ങനെ 2 പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഇത് കാണാം, ഇത് വെച്ചിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യുക. ക്ലിയർ ആയടാ? സോ ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പകുതി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ക്ലിയർ അല്ലേ? സോ ഗൈസ്, നമ്മളെ 10 ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആയി. പകുതി കഴിഞ്ഞ് 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് 2 നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി നമ്മൾ മൂന്നാമത്തെ 4 മാർക്കിന് ക്വസ്റ്റ്യനിലേക്ക് വരാണ്. കോണിക് സെക്ഷനിൽ 4 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. യെസ്, നമ്മൾ എലിപ്സ് വരുന്ന ക്വസ്റ്റ്യൻ. മിക്കപ്പോഴും എലിപ്സ് ആയിരിക്കും, വളരെ റെയർ ആയിട്ട് ഹൈപ്പർബോൾ ചോദിച്ചിട്ടുള്ളൂ. സോ എലിപ്സും ഹൈപ്പർബോളും ഒരുപോലെ ആണെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഈ ചാപ്റ്ററൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയാൽ, നമ്മളെ ചാനലിൽ തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയാൽ മാത്തമാറ്റിക്സിൽ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ചാപ്റ്ററിന്റെ എന്ത് കാണാൻ പറ്റും? ലൈവ് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഈ ഒരു എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് x² / a² + y² / b² = 1. a എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഇങ്ങോട്ടുള്ള ദൂരമാണ്, b എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഇങ്ങോട്ട്, അതായത് മൈനർ ആക്സിസിലേക്കുള്ള ദൂരമാണ്. ഫോക്കസിലേക്കുള്ള ദൂരത്തിനാണ് നമ്മൾ എന്താ വിളിക്കുക? c എന്ന് വിളിക്കുക. അത് ഫോക്കസാണ്. ക്ലിയർ അല്ലേ? സോ അപ്പോൾ ഈ ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും a² വാല്യൂ വരുന്നത് 25 ആണ്, b² വാല്യൂ വരുന്നത് 9 ആണെന്നും കിട്ടും. a² 25 ആണെങ്കിൽ a വാല്യൂ 5 അല്ലടാ, b വാല്യൂ 3. അങ്ങനെ 2 വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും. a വാല്യൂ 5, b വാല്യൂ 3. ക്ലിയർ അല്ലേ? സോ a b നിങ്ങൾക്ക് കിട്ടി. ഞാൻ പറഞ്ഞ സി കൂടി കണ്ടുവെക്കുക, കാരണം ഇനി വരാൻ ഇവിടെ ചോദിച്ചാൽ എല്ലാ ടേമും ABC ഒതുങ്ങുന്ന ടേമുകളാണ്.
സോ സി ആണെങ്കിൽ ഈ ഫോർമുല നിങ്ങൾ യൂസ് ചെയ്യണം. ഓൾസോ സി ഈക്വൽ ടു എ ബി കിട്ടി. ഓൾസോ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 മൈനസ് 9, അതായത് 16. ദെർഫോർ സിന്റെ വാല്യൂ 4 എന്നും കിട്ടും. സോ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. അതായത് ഞാൻ ഈ ഫോർമുല അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. സോ എ ബി സി കിട്ടി. ഒന്നാമത് ചോദിച്ചാൽ നമുക്ക് ഓരോന്ന് ലിസ്റ്റ് ചെയ്യാം. മേജർ ആക്സിസ് 2a ആണ്. എന്റെ വാല്യൂ എത്ര? എന്റെ വാല്യൂ 5 ആയതുകൊണ്ട് 2 into 5. 2 into 5. 2 into 5 എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടും. ബിന്റെ വാല്യൂ എത്ര? 3 അല്ലേ? സോ 2 into 3 അതായത് 6 എന്നും കിട്ടും. 2b സ്ക്വയർ ബൈ, അപ്പൊ മേജർ ആക്സിസും മൈനർ ആക്സിസ് ആയി നോക്കണേ. ഇത് എ ആണെങ്കിൽ മൊത്തം 2a ഉണ്ടാവുക, ഇത്തരം ബി ആണെങ്കിൽ താഴേക്ക് ബി ഉണ്ടാവും. സോ മൊത്തം 2b ഉണ്ടാവും. അതാണ് ലെങ്ത് ഓഫ് മേജർ ആക്സിസും ലെങ്ത് ഓഫ് മൈനർ ആക്സിസും. നെക്സ്റ്റ് ആണ് എന്ത്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടം എന്ന് കേട്ടാൽ മനസ്സിലാക്കടാ, ഫോക്കസ് കണ്ടില്ലേ നിങ്ങൾ? ഈ ഫോക്കസ് രണ്ട് സ്ഥലത്തും ഫോക്കസ് ഉണ്ടോ? ഈ ഒരു ലൈന് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോക്കസിലൂടെ പോകുന്ന ലൈനെ വിളിക്കുന്ന പേര് ലാറ്റസ് റെക്ടം. അത് കാണുന്ന ഫോർമുല 2b സ്ക്വയർ ബൈ a ആണ്. സോ 2 into 9, ബിന്റെ സ്ക്വയർ 9 അല്ലേ? സോ 2 into 9 by 5 എന്ന് കിട്ടും, വിച്ച് ഈസ് 18 by 5. ഫോക്കസ് പ്ലസ് ഓർ മൈനസ് C0 ആണ്. സോ പ്ലസ് ഓർ മൈനസ് 4 എന്ന് കിട്ടും. ദെൻ വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് A0 ആണ്. സോ പ്ലസ് ഓർ മൈനസ് 5 കിട്ടും. എക്സെൻട്രിസിറ്റി ശ്രദ്ധിക്കുക, എലിപ്സിന്റെ കേസിൽ എക്സെൻട്രിസിറ്റി ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. ആർക്ക്? എലിപ്സിന്റെ കേസിൽ എക്സെൻട്രിസിറ്റി എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അത് 1 മാർക്ക് ചോദിക്കാം. ഹൈപ്പർബോളിന്റെ എക്സെൻട്രിസിറ്റി എത്ര, എലിപ്സിന്റെ എത്ര എന്നൊക്കെ. സോ എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി എപ്പോഴും ലെസ് ദാൻ 1 ആണ്, ഹൈപ്പർബോളിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും കിട്ടുക. സോ C/A എന്ന് പറഞ്ഞാൽ 4/5. ഇതോടുകൂടി നമ്മൾ 4 മാർക്കിന്റെ നമ്മളെ കോണിക് സെക്ഷന്റെ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഗൈസ്. സോ നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളെ 12th ക്വസ്റ്റ്യൻ ആക്ച്വലി ഏത് ചാപ്റ്റർ എന്നാ? യെസ്, 3D ജോമെട്രി. 3D ജോമെട്രി എന്നാണ് 12th ക്വസ്റ്റ്യൻ വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പോയിന്റ്സ് ലൈ ഓൺ XY പ്ലെയിൻ? XY പ്ലെയിനിൽ വരുന്ന ആൾ ഇതിൽ ഏതാണെന്ന ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഏതാണോ പ്ലെയിന് XY ആണെങ്കിൽ X ഉം Y മാത്രമേ ഉണ്ടാവും. YZ പ്ലെയിൻ ആണെങ്കിൽ Y വാല്യൂ Z വാല്യൂ, അങ്ങനെ പറഞ്ഞാൽ X വാല്യൂ 0യും Yയും Z മാത്രമേ മനസ്സിലാക്കുക ഇത് YZ പ്ലെയിനാണ്. ഇനി ഇങ്ങനെയാണ് വിചാരിക്കുക, എക്സും സെഡും Y വാല്യൂ 0, സോ ഇത് XZ പ്ലെയിനാണ്. അപ്പൊ ആരാണോ ഉള്ളത് അതിലുണ്ടാവുക. എക്സ് വാല്യൂ മാത്രമാണെങ്കിൽ എക്സ് പ്ലെയിൻ എന്ന് പറയില്ല, അവിടെ എക്സ് ആക്സിസ് ആണ്. Y വാല്യൂ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ വന്ന് 0 0 5. ഇവിടെ Z വാല്യൂ മാത്രമേ ഉള്ളൂ, മനസ്സിലാക്കുക Z ആക്സിസ്. അപ്പോ ഇത് ഏതാ? ഇവിടെ വൈയും സെഡും ഉണ്ട്. സോ ഇത് ഏത് പ്ലെയിനാണ്? YZ പ്ലെയിനാ. YZ പ്ലെയിൻ. ഇതോ? ഇത് XZ പ്ലെയിനാ. ക്ലിയർ അല്ലേ? ഇതോ? ഇത് XY പ്ലെയിൻ ആണ്. സോ XY പ്ലെയിനിൽ ആരാന്ന് ചോദിച്ചത് ഇത് കിട്ടി. ഇയാളോ? ഇയാള് XZ പ്ലെയിൻ തന്നെ അല്ലേ? സോ നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഏതാ? നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. XY പ്ലെയിനിൽ വരുന്ന ആളാരടാ? 1 - 1 0. അതായത് ഏതാണോ പ്ലെയിന് അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? സോ ഇനി നമ്മളെ ബി ക്വസ്റ്റ്യൻ ആക്ച്വലി 3 പോയിന്റ്സ് PQR തന്നിട്ടുണ്ട്. PQവും QRും PRും കാണാൻ പറഞ്ഞ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഡിസ്റ്റൻസ് ഫോർമുല ആണിത്. ഡിസ്റ്റൻസ് ഫോർമുല PQ കാണാൻ പറഞ്ഞാൽ x2 - x1 1 - -2, y2 - y1 2 - 3, then z2 - z1 3 - 5. ഇത് സ്ക്വയർ സം ചെയ്യുക. സോ ഫൈനലി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്താൽ √14 കിട്ടും. സോ ഇതേപോലെ ബാക്കി രണ്ടാൾക്കാരെ കാണാം. QR കാണണം, PR കാണണം, 2 വാല്യൂ അവിടെ കണ്ടുവച്ച്. ക്ലിയർ അല്ലേ? ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് എക്സാം നമ്മളെ എക്സാമിലേക്ക് അടുത്തിട്ടുണ്ട്. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ക്ലിയർ അല്ലേ? PQ കണ്ട്, QR കണ്ട്, PR കണ്ട്, അങ്ങനെ 3 വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച്. ഇനിയാണ് മെയിൻ ക്വസ്റ്റ്യൻ, കൊളീനിയർ ആണെന്ന് ചോദിച്ചു. എന്താണ് കൊളീനിയർ എന്ന് പറഞ്ഞാൽ? കൊളീനിയർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ദേ ലൈ ഓൺ ദി സെയിം ലൈൻ. എന്താടാ? ലൈ ഓൺ ദി സെയിം ലൈൻ. ഒരേ ലൈനിലാണെങ്കിൽ നമുക്ക് പറയാം അത് കൊളീനിയർ ആണെന്ന്. മനസ്സിലായോ? സോ ഈ പിയും ക്യൂവും ആറും കൊളീനിയർ ആണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ആണോ ഇല്ലത്. സോ കൊളീനിയർ ആണോ ഇല്ല ചെക്ക് ചെയ്യാനുള്ള കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങളില്ലടാ ഒരു ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിടാ. 3 ആൾക്കാർ കൊളീനിയർ ആണെന്ന് വിചാരിക്കാം, പിയും ക്യൂവും ആറും. സോ PQR. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് P ഇവിടെ വരുന്നുണ്ട്. ഇത് P ആണ്, ഇത് ABC.
ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണെന്ന് വിചാരിക്കാം. ഇത് മൂന്നും ഒരേ ലൈനിലല്ലേ? സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താടാ, എന്ന് ബിയിലേക്കുള്ള ദൂരം കാണാം. എങ്ങനെ? എന്ന് ബിയിലേക്കുള്ള ദൂരം കാണാം, അതേപോലെ ബിന്ന് സിയിലേക്കുള്ള ദൂരം കാണാം, അതുപോലെ എന്നും സിയിലേക്കുള്ള ദൂരം കാണാം. ഈ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ എല്ലാ ദൂരങ്ങളും കണ്ടുവച്ചിട്ടുണ്ട്. എന്ന് ബിയിലേക്ക് കണ്ടിട്ടുണ്ട്, ബിന്ന് സിയിലേക്ക് കണ്ടിട്ടുണ്ട്, സിന്ന് എയിലേക്ക് കണ്ടിട്ടുണ്ട് അല്ലേ? സോ ഇത് 3ഉം ഇത് 5 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇത് 8 ഉണ്ടാവും, കാരണം ഒരേ ലൈനിലല്ലേ. ഇനി 3 പോയിന്റ് ഉള്ളത് ഒരേ ലൈനിലല്ല, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ജോയിൻ ചെയ്ത ട്രയാങ്കിൾ കിട്ടാം. ട്രയാങ്കിളിന്റെ കേസിൽ എപ്പോഴും 2 സൈഡ് ആഡ് ചെയ്താൽ മൂന്നാമത്തേതിനെക്കാളും വലുതാണ് കിട്ടുക, ഒരിക്കലും ചെറുത് കിട്ടൂല, അല്ലെങ്കിൽ ഈക്വൽ ആവൂല. സോ ഇവിടെ പി ക്യൂവും ക്യു ആറും പി ആറും കിട്ടി. ഇവിടെ ചെറുത് വരുന്നത് 2 ആൾക്കാരാ. ഇത് രണ്ടും ആഡ് ചെയ്യുന്നു, നമുക്ക് ഇത് കിട്ടണം. അപ്പൊ ആഡ് ചെയ്തത് കിട്ടുമോ? ഇല്ലാന്ന് പറയാൻ വരട്ടെ. ഇതിന്റെ വാല്യൂസ് നോക്കടാ. പി ക്യു ക്യു ആർ പി ആറിന്റെ വാല്യൂസ് കിട്ടി. അപ്പൊ പി ക്യൂവും ക്യു ആറും ആഡ് ചെയ്യുന്നു, അതായത് 3.74ഉം 7.48 ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 11.22 എന്ന് കിട്ടും. ഇത് രണ്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എത്ര കിട്ടുക? 11.22. അത് ഈ പറഞ്ഞ പി ആറിന്റെ വാല്യൂ. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. therefore എന്താ കൺക്ലൂഷൻ? therefore P, Q and R അല്ലെങ്കിൽ കൊളീനിയർ എന്ന് ഡയറക്ട്ലി പറയാം അല്ലേ? ആർ കൊളീനിയർ. മൂന്നും സെയിം ആയല്ലോ, ആർ കൊളീനിയർ. കാരണം എന്താ നോക്കണേ, പിന്ന് ക്യൂയിലേക്കുള്ള ദൂരം എത്ര? പിന്ന് ക്യൂയിലേക്കുള്ള ദൂരം 3.74, ക്യൂന്ന് ആറിലേക്കുള്ള ദൂരം 7.48. ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്ന ഡിസ്റ്റൻസ് ആക്ച്വലി ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്ന ഡിസ്റ്റൻസ് 11.22. ബട്ട് 11.22 തന്നെയാണ് എന്ത്? പിന്ന് ആറിലേക്കുള്ള ദൂരം കണ്ടപ്പോൾ നമുക്ക് കിട്ടിയേ. ഇത് സെയിം അല്ലാണ്ട് വരാണെങ്കിൽ ഒരിക്കലും കൊളീനിയർ ആവില്ല. അത്രേ ഉള്ളൂ, മനസ്സിലായടാ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. സോ ഗൈസ് നമ്മളിതാ 4 മാർക്കിന്റെ അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നാ, സോറി ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പറഞ്ഞാൽ ഇതിന്റെ +2 വരുന്ന ചാപ്റ്റർ കേട്ടോ. ക്ലിയർ അല്ലേ? സോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നാണ് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? എഫ് ഓഫ് എക്സ് നിങ്ങൾക്ക് തന്ന് f'(5) കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ f' എന്ന് പറഞ്ഞാൽ എന്താ? f' ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് f ഓഫ് എക്സ്, അത്രേ ഉള്ളൂ. d/dx എടുത്താൽ f'(x) കിട്ടും. സോ ഇയാളുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ x⁴+3 2 ടേം ഉണ്ട്. 2 ടേം എന്നാൽ നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ഓരോ ആൾക്കാരും ഇൻഡിവിജ്വലി ചെയ്യുക. അതായത് x⁴ ചെയ്യണം, 3 ചെയ്യണം. x⁴ ഡെറിവേറ്റീവ് എന്താ? ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് 4x³ എന്ന് കിട്ടും. 3 ഡെറിവേറ്റീവ് എന്താ? അത് 0 ആയിട്ട് മാറും. സോ f'(x) നമുക്ക് കിട്ടി. f'(x) എന്താ? 4x³ + 0 4x³ ഇറ്റ്സെൽഫ്. ബട്ട് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞ f'(5) ആണ്. ഈ x കാണുന്നിടത്ത് 5 കൊടുത്താൽ ഇവിടെയും x കാണുന്നിടത്ത് 5 കൊടുക്കുക, അത്രേ ഉള്ളൂ. f'(x) കണ്ട് എന്തെങ്കിലും വാല്യൂ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് മച്ച് റിക്വയർഡ്. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഗൈസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ x കാണുന്ന ഈ ഒരു സെൽ ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾ 5 എന്ന് കൊടുക്കുക. therefore f' of 5 is equal to 4 × 5³ 5³ വാല്യൂ എത്ര? 125 അല്ലേ? സോ 4 × 125 എന്ന് പറഞ്ഞാൽ 500 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നല്ല പോലെ ശ്രദ്ധിച്ചോളാം. 2 ഫംഗ്ഷൻസ് ഇവിടെ പ്രോഡക്റ്റ് ഫോമില മൾട്ടിപ്ലൈഡ് ആയിട്ട് നിൽക്കാം. കറക്റ്റ് അല്ലേ? 2 ഫംഗ്ഷൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാണ്. സോ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ ഡയറക്റ്റ് രണ്ടാളും ആഡ് ചെയ്ത പോലെ ഇവിടെ ഡയറക്റ്റ് രണ്ടാളും മൾട്ടിപ്ലൈയിൽ നടക്കില്ല. രണ്ടും ജസ്റ്റ് മൾട്ടിപ്ലൈ d/dx of sin x × d/dx of cos x അങ്ങനെ നടക്കില്ല. പ്രോഡക്റ്റ് റൂൾ ഉണ്ട്, ഞാൻ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് പ്രോഡക്റ്റ് റൂള്? ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് രണ്ടാമത്തെ ആൾ അതായത് cos x ന്റെ ഡെറിവേറ്റീവ് പ്ലസ് തിരിച്ചു പറയാ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. എന്താ പ്രോഡക്റ്റ് റൂൾ? എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് തിരിച്ചു വരാം സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. മനസ്സിലായോ? ഇതാണ് പ്രോഡക്റ്റ് റൂൾ വരുന്നത്. മനസ്സിലായല്ലോടാ? സോ ഇനി ചെയ്യേണ്ട കാര്യം എന്താ? പ്രോഡക്റ്റ് റൂൾ നമുക്ക് മനസ്സിലായി. ഇനി ആ ഡെറിവേറ്റീവ്സ് ഒന്ന് കൊടുക്കുക. cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? sin x ന്റെ ഡെറിവേറ്റീവ് എന്താ? നിങ്ങൾക്ക് അറിയില്ലേ? cos x ന്റെ ഡെറിവേറ്റീവ് -sin x ആണ്. സോ sin x × -sin x വരും. ഇവിടെ cos x × cos x ഉം വരും. കറക്റ്റ് അല്ലേ? sin x × ഇയാളുടെ ഡെറിവേറ്റീവ് -sin x, cos x × ഇയാളുടെ ഡെറിവേറ്റീവ് സൈൻ്റെ ഡെറിവേറ്റീവ് cos ആണ്. സൈനും മൾട്ടിപ്ലൈ ചെയ്താൽ sin സ്ക്വയർ ആണ്, ബട്ട് ഇവിടെ മൈനസ് ഉണ്ട്. സോ -sin² x ഉം അവിടെ +cos² x ഉം കിട്ടും. ഈ മൈനസ് ആയി വരുന്ന ടേമിനെ ഞാൻ രണ്ടാമത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? cos² x -sin² x ആയിട്ട് മാറും. ഇതൊരു റിസൾട്ട് ആണ്. നിങ്ങൾക്ക് പരിചയമുണ്ട് ഈ ഒരു ഐഡന്റിറ്റി? cos² x -sin² x എന്ന് കേട്ടാൽ മനസ്സിലാക്കുക അത് cos 2x ന്റെ ഫോർമുല. മറക്കരുത് കേട്ടോ, cos 2x. ഈ സാധനം നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യം ഉണ്ടാവും. ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഞാൻ ഇത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. മനസ്സിലായോ?
മനസ്സിലായടാ? സോ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി ട്രിഗണോമെട്രി എന്നാണ്. എന്താണ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് തൊട്ടു മുന്നേ നമ്മൾ നടന്ന പബ്ലിക് എക്സാം ഉണ്ടല്ലോ, തൊട്ടു മുന്നേ നിങ്ങൾ സീനിയർ ബാച്ച്, അതിൽ സയൻസ് ആർക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആട്ടത്. സോ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. sin 3x മൈനസ് sin x ഡിവൈഡഡ് ബൈ cos സ്ക്വയർ എക്സ് മൈനസ് sin സ്ക്വയർ എക്സ് ചെയ്താൽ 2 sin x കിട്ടുന്നു പ്രൂവ് ചെയ്യണം. സോ സാധാരണ ചോദിക്കാം മുകളിലും താഴെയും ഈ ഫോമിലുള്ള ആൾക്കാരെ വരാം. ബട്ട് ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അല്ലേ? മുകളിലുള്ള ആളെ നോക്കുക, എന്താ sin 3x മൈനസ് sin x, ഇത് sin a മൈനസ് sin b ഫോമുല. ചിലപ്പോൾ നിങ്ങൾ sin c മൈനസ് sin d എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ sin x മൈനസ് sin y ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എനിവേ ഫോർമുല സെയിമാ. ഫസ്റ്റ് 2 cos a പ്ലസ് b ബൈ 2 sin a മൈനസ് b ബൈ 2. സി ഡി ആണെങ്കിൽ 2 cos c പ്ലസ് d ബൈ 2 sin c മൈനസ് d ബൈ 2. ഈ പാറ്റേണിലേക്ക് വരും. സോ ഗൈസ് ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 2 cos c പ്ലസ് d ബൈ 2 എന്ന് പറഞ്ഞാൽ ആരാ? c പ്ലസ് d ബൈ 2 എന്ന് പറഞ്ഞാൽ ആരാ? 3x-ഉം x-ഉം. c മൈനസ് d ബൈ 2 പറഞ്ഞാൽ 3x മൈനസ് x. സോ ഫസ്റ്റ് വരാ 2 cos 3x മൈനസ് x, 3x പ്ലസ് x വരും. അടുത്തത് sin 3x മൈനസ് x വരും. രണ്ടിന്റെയും ഹാഫ് എടുക്കണം. ക്ലിയർ അല്ലേ? ഇതെന്താടാ? cos x-ലേക്ക് 3x-ഉം x-ഉം ആഡ് ചെയ്താൽ 4x-ഉം. 4x-ന്റെ പകുതി എത്ര? 2x അല്ലേ? സോ എന്ത് വരും? ന്യൂമറേറ്ററിൽ 2 cos 2x വരും ഇൻറ്റു sin 3x-ന്ന് x കുറച്ചാൽ 2x ആണ്. 2x ബൈ 2 എന്ന് പറഞ്ഞാൽ x ആണ്. സോ sin x എന്ന് വരും. താഴെ നോക്കണേ, നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയ റിസൾട്ട് ആണ് താഴെ ഉള്ളത്. cos 2x ഓർമ്മ ഉണ്ടോ? cos സ്ക്വയർ എക്സ് മൈനസ് sin സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ cos 2x ആണ്. സോ ഇത് cos 2x ഉണ്ട്. മുകളിലും താഴെയും നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? ഒരു cos 2x കാണാൻ പറ്റും. സോ ഈ cos 2x നമുക്ക് എന്ത് ചെയ്യടാ? ഈ cos 2x നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? സോ ഈ cos 2x ഞാൻ കട്ട് ചെയ്യാൻ പോവാണേ. സെറ്റ് അല്ലേ? cos 2x-ഉം cos 2x-ഉം ഇവിടെ കട്ടായി പോകും. ബാക്കി ഉണ്ടാവുക 2 sin x. എന്താ? നല്ല പോലെ നോക്കണേ, നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിരുന്നോ അത് തന്നെയാണ്, നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ച റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണോ അത് തന്നെയാണ് LHS. ഈ സൈഡ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയുള്ളത്, അതായത് ഇതാണ് നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഹെൻസ് പ്രൂവ്ഡ്. ക്ലിയർ ആയടാ? പറഞ്ഞ മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. സാധാരണ മുകളിലും താഴെയും ഇങ്ങനത്തെ ഫോമില ഉണ്ടാവുക. ബട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരാളെ കണ്ടാൽ cos 2x ആണ് മനസ്സിലാവണം. അത് അറിയാണെങ്കിൽ വേഗം തീരും. മനസ്സിലായോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2 ടാൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ഒന്ന് ടാൻ തീറ്റ ആണ്, ഒന്ന് ടാൻ ഫൈ ആണ്. എനിവേ ഈ തീറ്റയും ഫൈയും ആഡ് ചെയ്താൽ π/4 ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ടാൻ വാല്യൂ തീറ്റയിലും ഫൈയിലും തന്നുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യാനും പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഈ ടാൻ തീറ്റ പ്ലസ് ഫൈ എന്ന് പറയുന്ന ബേസിക് ഫോർമുല കൊടുക്കുക. ടാൻ തീറ്റ പ്ലസ് ഫൈ, നമ്മൾ ടാൻ എക്സ് പ്ലസ് ഫൈ എന്നൊക്കെ പറയാറില്ലേ? ടാൻ എക്സ് പ്ലസ് ഫൈന്റെ ഫോർമുല എന്താണോ അതേപോലെ ടാൻ തീറ്റ പ്ലസ് ഫൈ എന്ന് പറയുന്ന ഫോർമുല സോൾവ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ എന്നാ പറയാം. അവിടെ എന്ത് വരും? 1 മൈനസ് ടാൻ തീറ്റ ടാൻ ഫൈ എന്ന് വരും. ക്ലിയർ ആയടാ? സോ ഈ ഫോർമുല ഇനി എന്ത് ചെയ്യുക? ഇതിലേക്ക് ആവശ്യമുള്ള ടാൻ തീറ്റ ടാൻ ഫൈ അത് രണ്ടും ക്വസ്റ്റ്യനിൽ ഗിവണ. ഇവിടെ ടാൻ തീറ്റ കാണുന്ന 2 സ്ഥലമുണ്ട്, അവിടെ 1/2 എന്ന് കൊടുക്കുന്നു. ടാൻ ഫൈ കാണുന്ന 2 സ്ഥലത്ത് 1/3 എന്നും കൊടുക്കുന്നു. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയോ? സോ 1/3 എന്നും 1/2 എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഒന്നാമത്തെ ആള് ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് 1/3. കറക്റ്റ് അല്ലേ? താഴെ 1 മൈനസ് 1/2 ഇൻറ്റു 1/3 ആയിട്ട് മാറും. മുകളിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ? 1/2 1/3 ആഡ് ചെയ്താൽ 3 + 2/6 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? 3 + 2/6. താഴെ ഇത് 1/6 ആയി മാറല്ലോ. 1 × 1 1 ആണ്. താഴെ 2 × 3 6 ആണ്. സോ 1 - 6 1 - 1/6. ഇത് ഇനി എന്ത് ചെയ്യുക? 1 - 1/6 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ക്രോസ് ചെയ്താൽ കിട്ടും 6 × 1 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 - 1/6 എന്ന് പറയുന്നത് കിട്ടടാ. 6 - 1/6 എന്ന് പറയുന്നത് എന്താ? യെസ് 5/6 ആണ്. സോ മുകളിൽ ഓൾറെഡി ഒരു 5/6 ഉണ്ട്, താഴെ സോൾവ് ചെയ്തപ്പോൾ 5/6 കിട്ടി. അതിന്റെ കൺക്ലൂഷൻ എന്താ? ദെർഫോർ ഇതിന്റെ വാല്യൂ 1 ആണ്. നോക്കണേ, ടാൻ തീറ്റ പ്ലസ് 5 ചെയ്ത് നമുക്ക് 1 കിട്ടി. ടാൻ തീറ്റ പ്ലസ് 5 1 ആണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ശ്രദ്ധിക്കണേ, നല്ല പോലെ ശ്രദ്ധിക്കണ്ടോ. ടാൻ തീറ്റ പ്ലസ് 5 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടാൻ തീറ്റ പ്ലസ് 5 സോൾവ് ചെയ്ത് നമുക്ക് അവസാനം 1 കിട്ടി. ടാൻ π/4 അല്ലടാ 1. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഈ തീറ്റ പ്ലസ് 5 എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാതെ π/4 ആണ്. കാരണം ടാൻ π/4ന്റെ വാല്യൂ ആണ് 1 വരുന്നത്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ദെർഫോർ തീറ്റ പ്ലസ് 5 = π/4 എന്ന് കിട്ടും. മനസ്സിലായടാ?
സോ ഇങ്ങനെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ടാൻ വരുന്ന ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ഇതുപോലെ ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് അങ്ങനെ വരുന്നൊരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ടാനിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഗൈസ്. സോ നമ്മളെ 14th ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവാം. യെസ്, 15ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കിടക്കാൻ പോവാം. സോ ബിഫോർ ദാറ്റ് ഒരു 2 minutes നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മൊത്തം ഇനി 6 ക്വസ്റ്റ്യൻസ് ആകെ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? സെറ്റാക്കാം. ഗൈസ്, സോ നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോണേ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാകും. മോഡുലസ് ഫംഗ്ഷൻ ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. മോഡുലസ് ഫംഗ്ഷൻ ആക്ച്വലി മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ചോദിക്കാം, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ചോദിക്കാം, അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ അല്ലേ? സോ മോഡുലസ് ഓഫ് എക്സ് മാത്രമായിട്ട് ചോദിക്കാം. സിഗ്നം ഫംഗ്ഷൻ ആണ്, കുറേ ഗ്രാഫ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ മോഡുലസ് ഓഫ് എന്ത് വാല്യൂ കാണാൻ വേണ്ടി പറഞ്ഞു, മോഡുലസ് എക്സ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മോഡ് എക്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ഗ്രാഫ് ഈ ഒരു വി ഷേപ്പ് ആയിരിക്കും. റെഡി അല്ലേ? ബട്ട് ഇവിടെ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 വന്ന് ജസ്റ്റ് ഗ്രാഫ് ഡ്രോ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് വാല്യൂസ് കൊടുക്കാം. ഞാൻ എക്സിന് കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വൈ വാല്യൂ പിക്ക് ചെയ്താൽ മതി. എക്സ് -2 ആകുമ്പോൾ എന്ത് കിട്ടും? -2ന്റെ മോഡുലസ് 2 ആണ്. സോ 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇത് 3 കിട്ടും. -1 കൊടുത്താൽ -1ന്റെ മോഡുലസ് 1 ആണ്. 1 + 1 2 കിട്ടും. അഗൈൻ 0 + 1 ഇത് 1 ആവും, ഇത് 2 ആവും, ഇത് 3 ആവും. സോ കുറച്ച് വാല്യൂസ് കിട്ടി. ഈ വാല്യൂസ് ഇവിടെ മാർക്ക് ചെയ്യുക. എക്സ് -2 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ -2 ആകുമ്പോൾ കിട്ടുന്ന വാല്യൂ 3 അല്ലേ? സോ ഏകദേശം ഇവിടെ വരും. റെഡി? -1 ആകുമ്പോൾ 2 കിട്ടും, ദെൻ 1 ആകുമ്പോൾ 0 കിട്ടും. സോറി, എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എങ്ങനെ? എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വൈ വാല്യൂ 1. ഇപ്പോൾ 0 1 എന്ന് പറഞ്ഞാൽ ഇതാ പോയിന്റ്. ദെൻ 1 ആകുമ്പോൾ 2 കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ 1 ആണ്, വൈ വാല്യൂ 2 ആണ്. 2 ആകുമ്പോൾ 3. സോ ഈ പോയിന്റുകൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഫോമിലേക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്യാൻ പോവാണ്, നല്ലോണം ശ്രദ്ധിച്ചോളാം. ഈ പോയിന്റുകൾ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ് ഗൈസ്. സോ നമുക്ക് കിട്ടുക ഇതേപോലെ ഒരു വി ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ് കിട്ടുക. സോ നേരത്തെ പറഞ്ഞതുപോലെ ആ പോയിന്റ്സ് ഒക്കെ അവിടെ ഞാൻ സ്കെയിലിംഗ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് മിസ്റ്റേക്ക് വരാണ്ടൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയതായിരുന്നു. -1 ആകുമ്പോൾ നമുക്ക് 2 കിട്ടും.
-2 ആകുമ്പോൾ നമുക്ക് 3 കിട്ടും. 1ൽ 2 ആണ്, 2ൽ 3 ആണ്. സോ കറക്റ്റ് അല്ലേ നോക്കടാ, 2 കൊടുക്കുമ്പോൾ 3 കിട്ടും. -2 കൊടുക്കുമ്പോഴും 3 ആണ് കിട്ടുന്നത്. -1ന് 2 ആണ്, 1നും 2 ആണ്, 0 ആകുമ്പോൾ 1 itself. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. സോ ഇനി മോഡുലസ് ഓഫ് x + 2 ആണെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കാറ്, ഈ ഗ്രാഫ് ഒന്ന് മുകളിലേക്ക് നീങ്ങും, 2ലേക്ക് നീങ്ങും. മോഡുലസ് ഓഫ് x + 3 ഇങ്ങനെ വരും, x - 1 ഇങ്ങനെ. സോ ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലം, നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് കാണാതെ പഠിക്കുന്നില്ല, പകരം ഇതേപോലെ XY വാല്യൂസ് എഴുതി വെക്കാൻ മതി. ചിലപ്പോൾ ഇങ്ങനെ വയ്ക്കും മോഡുലസ് ഓഫ് x + 1, അപ്പോൾ നിങ്ങൾ ഈ XY വാല്യൂ കൊടുക്കുക. ആ സമയത്ത് x + 1ന്റെ ഗ്രാഫ് ഇങ്ങനെ വരാം. നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലടാ? സോ ഇങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യുക. ഇതോടുകൂടി നമ്മളെ 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഗ്രാഫിക്കൽ പാർട്ട് കംപ്ലീറ്റ് ആയി. അതായത് നമ്മൾ എക്സ് വാല്യൂം വൈ വാല്യൂം നമുക്ക് കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം എന്താ, ഡൊമൈനും റേഞ്ചും വേണം. ഇയാളുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാൻ പറ്റിയ വാല്യൂ. നിങ്ങൾക്ക് ഇവിടെ ഏത് നമ്പർ വേണമെങ്കിൽ കൊടുക്കുക, കാരണം അതിലേക്ക് ഒന്ന് ആഡ് ചെയ്താൽ വൈ വാല്യൂ കിട്ടും. അതിൻ്റെ മോഡുലസ് എടുത്തിട്ട് 1 ആഡ് ചെയ്താൽ. സോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏത് നമ്പറും കൊടുക്കുക, മീൻസ് റിയൽ നമ്പർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂ. നിങ്ങൾ വൈ ആക്സിസിൽ നോക്കുക, ഇവിടെ 0 ഇത്രയും വാല്യൂലൊന്നും ഔട്ട്പുട്ട് വരുന്നില്ല. 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്ത് കറസ്പോണ്ടിങ് ഗ്രാഫിൽ ഒരു വാല്യൂ ഇവിടെ ഉണ്ടാവും. സോ ബാക്കി എല്ലാവർക്കും വരുന്നുണ്ട്, ബട്ട് 1ന്റെ താഴേക്ക് വരുന്നില്ല. സോ 1 മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. സോ നമ്മൾ 1 to ഇൻഫിനിറ്റി ഇങ്ങനെയാണ് പറയാം, ഫ്രം 1 to ഇൻഫിനിറ്റി. ക്ലിയർ ആയോ? സോ ഇതാണ് നമ്മളുടെ റേഞ്ച് വരുന്നത് ഗൈസ്. സോ നമ്മളെ 15ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. മൂവിങ് ഓൺ ടു ദി 16th ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി എവിടുന്ന, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. എടാ നിങ്ങളൊരു കോമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്രത്യേകം സ്റ്റാറ്റിസ്റ്റിക്സ് 10 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്, നിങ്ങൾക്ക് നല്ല പോലെ ശ്രദ്ധിച്ചോളാം. ക്വസ്റ്റ്യൻ ഒന്നുമില്ല, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കാണാനാ. ഇതാണ് ഡാറ്റ. മീഡിയൻ കാണണമെങ്കിൽ ഫസ്റ്റ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയന്റെ ഫോർമുല ഇതാണ്, എന്ത്, സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എമ്മിന്റെ മോഡുലസ് ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞാരാ, വേർ എൻ ഇസ് ഈക്വൽ ടു, ഈ എൻ എന്ന് പറയാൻ ഒന്നുമില്ല, ഫ്രീക്വൻസിന്റെ സമ്മ. ബട്ട് ഇവിടെ ഈ എക്സ് വാല്യൂന്ന് നിങ്ങൾ മീഡിയൻ മൈനസ് ചെയ്യണം. അപ്പോൾ ഓരോ ഇപ്പോൾ എക്സ് വാല്യൂ മീഡിയൻ 10 ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും 5 കിട്ടും. ഇത് മൈനസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും 11 ആണ്, മൈനസ് ചെയ്താൽ 17 ആണ്. അപ്പോൾ എല്ലാ ആൾക്കാരിൽ നിന്നും 10 മൈനസ് ചെയ്യണം. ക്ലിയർ അല്ലേ? ബട്ട് മീഡിയൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മീഡിയൻ കാണണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫ്രീക്വൻസി തരുന്ന ക്വസ്റ്റ്യനിൽ മീഡിയൻ കാണണമെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. സോ ഞാനിതാ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലിസ്റ്റ് ചെയ്യാൻ പോവാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആവുന്നില്ല, ഫ്രീക്വൻസി ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് വരാം, അതായത് ആഡ് ചെയ്ത് വരാം. ഫസ്റ്റ് ഫ്രീക്വൻസി 4 ആണ്, ദെൻ ഈ 4ലേക്ക് 5 ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഇത് കിട്ടും 9 എന്ന് കിട്ടും. മനസ്സിലായോ? 9 എന്ന് കിട്ടും. ഈ 9ലേക്ക് 7 ആഡ് ചെയ്യുക, 16 എന്ന് കിട്ടും. ഈ 16ലേക്ക് 8 ആഡ് ചെയ്യുക, 24 എന്ന് കിട്ടും. 24ലേക്ക് 6 ആഡ് ചെയ്യുക, 30 കിട്ടും. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇപ്പോൾ ഈ ആൾക്കാർ ലൈനായിട്ട് നിൽക്കായിരിക്കും. അപ്പോൾ എക്സാമിന് സ്കോർ ചെയ്ത മാർക്കും കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അങ്ങനെയാണെന്ന് ഇത് വിചാരിക്കുക. സോ 15 മാർക്ക് കിട്ടിയ 4 കുട്ടികൾ നിൽക്കുന്നുണ്ട്. 15 15 15 15 ഇപ്പോൾ എത്ര കുട്ടികൾ നിൽക്കുന്നുണ്ട്? 4 ആൾക്കാർ. ഇനി അടുത്ത 21 മാർക്കിൻ്റെ ഒരു ഓർഡറിൽ ലൈൻ നിൽക്കാന്ന് വിചാരിക്കുക. 21 മാർക്ക് കിട്ടിയ 5 ആൾക്കാർ നിൽക്കുന്നുണ്ട്. സോ 1 2 3 4 5. ഒരു കാര്യം ചോദിച്ചു, ഇവിടെ മൊത്തം എത്ര ആൾക്കാർ? 9. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്ന മൊത്തം ആൾക്കാർ ഇതാ. അപ്പം ഞാൻ ചോദിക്കാം, 8ാമത്തെ ആളുടെ സ്കോർ എത്ര വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇത് നോക്കുകയാണെങ്കിൽ 8ാമത്തെ ആളുടെ സ്കോർ നോക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ആദ്യത്തെ 4 ആൾക്കാർക്കും 15. ഇനി 9 എന്ന് കണ്ടാൽ മനസ്സിലാക്കുക, 5 മുതൽ 9 ആണ് 15 വരുന്നത്, സോറി 21 വരുന്നത്. ഇനി അടുത്ത ആൾ 27 മാർക്ക് വരുന്ന 7 ആൾക്കാരുണ്ടാവും. അങ്ങനെ കുറേ ക്യൂ ഉണ്ടാവും, വലിയ ക്യൂ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അങ്ങനെ മനസ്സിലാക്കുക. സോ മീഡിയൻ എന്ന് കണ്ടാൽ മനസ്സിലാക്കുക, ഹിയർ എന്നിൻ്റെ വാല്യൂ, ഹിയർ നമ്മളുടെ എൻ എന്ന് പറഞ്ഞാൽ 30 ആണ്, വിച്ച് ഇസ് ഈവൻ നമ്പറാണ്. ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, മീഡിയം ആണെങ്കിൽ ഈവൻ നമ്പർ ആണ് ടോട്ടൽ നമ്പറെങ്കിൽ ചെയ്യേണ്ട കാര്യം, അയാളുടെ പകുതി എടുക്കുക. 13ന്റെ പകുതി 15 അല്ലേ? സോ 15th ഒബ്സർവേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം, പ്ലസ് 16th ഒബ്സർവേഷൻ, 15ാമത്തെയും 16ാമത്തെ ഒബ്സർവേഷൻ കണ്ടുപിടിക്കുക. അതിന്റെ പകുതി എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മീഡിയൻ കിട്ടും. മനസ്സിലായോ? സോ 15ാമത്തെ കുട്ടീൻ്റെ മാർക്ക് നോക്കുക, 16ാമത്തെ കുട്ടീൻ്റെ മാർക്ക് നോക്കുക, ആഡ് ചെയ്യുക, വൈറ്റ് കൊടുക്കുക. ഇത് ഈവൻ നമ്പർ ആണ് ചെയ്യേണ്ട കാര്യം. ഇത് 40 ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താ? 20ാമത്തെയും 21ാമത്തെയും കുട്ടീൻ്റെ. ഓഡ് ആണെങ്കിൽ ജസ്റ്റ് ബൈ 2 എടുത്താൽ മതി. സോറി, +1/2. ഫോർ എക്സാമ്പിൾ 31 വിചാരിക്കുക.
31 നിങ്ങൾ ചെയ്യേണ്ടായിരുന്ന 31+1/2, അതായത് 16ാമത്തെ കുട്ടീൻ്റെ ഡയറക്റ്റ് മാർക്ക് നിങ്ങൾക്ക് എടുക്കാം. ക്ലിയർ അല്ലേ? സോ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ 15ാമത്തെ ഒബ്സർവേഷൻ ഏതാ? ആദ്യത്തെ 9 ആൾക്കാർ ഇവിടെ ക്യൂ കഴിഞ്ഞ് 15, 16 ഇതിലാണ് വരാൻ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ മീഡിയൻ വരുന്ന വാല്യൂ. അതായത് നമ്മളിവിടെ ക്ലാസ് ഒക്കെ വരാണെങ്കിൽ മീഡിയൻ ക്ലാസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് ഡയറക്റ്റ് ആണ്. സോ ഇതിൽ 15ാമത്തെയും 16ാമത്തെ, അതായത് 9 കുട്ടികൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി 10 മുതൽ 16 വരെ കുട്ടികൾ നിൽക്കുന്നത് 27 മാർക്കുള്ള കുട്ടികളാണ്. സോ 15ാമത്തെയും 16ാമത്തെ കുട്ടിയുടെ മാർക്കൊക്കെ എത്ര തന്നാ? 27 ആണ്. സോ മീഡിയൻ ഇസ് ഈക്വൽ ടു 27 പ്ലസ് 27 ഡിവൈഡഡ് ബൈ 2, 54/2 കിട്ടും, അതായത് 27 ഇറ്റ് സെൽഫ്. ദെർഫോർ മീഡിയന്റെ വാല്യൂ, മീഡിയനെ നമ്മൾ എമൗണ്ട് ഡിനോട്ട് ചെയ്യുന്ന m ഇസ് ഈക്വൽ ടു 27 കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഓരോ എക്സ് വാല്യൂം 27 മൈനസ് ചെയ്യണം. ആ കിട്ടുന്ന ആളുടെ അബ്സല്യൂട്ട് വാല്യൂ, അതായത് പോസിറ്റീവ് വാല്യൂ എടുക്കണം, അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇട്ടി ഓരോ ആളും കാണാൻ പോവാം. ഒന്നാമത്തെ ആൾ 15 ആണ്. സോ ഫസ്റ്റ് എന്ത് വരും? 15 - 27. 15 - 27 എന്ന് പറഞ്ഞാൽ -12 ആണ്. ബട്ട് മോഡുലസ് എടുക്കുമ്പോൾ 12 എന്ന് കിട്ടും. ഈ 12നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം നമ്മുടെ ഫോർമുല എന്താ? കണ്ടോ, F × x - m മോഡുലസ് വാല്യൂ. സോ x - m കണ്ടുപിടിച്ച് അതിനെ ഫ്രീക്വൻസി ഉണ്ട്. സോ 12 × 4 ചെയ്യാം. ഇനി 4 × 12 48 കിട്ടും. ഇങ്ങനെ ഇവിടെയും 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 ഇങ്ങനെ എല്ലാവരും ഇതേപോലെ കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഇത് കണ്ടുപിടിക്കണം, ഇത് കാണണം, ഇത് കാണണം, ഇത് കാണണം. കറസ്പോണ്ടിംഗ്ലി ഇവിടെ അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് സെയിം റിപ്പീറ്റഡ് പ്രൊസീജിയർ, ഒരേ സാധനം റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പൊ ഞാൻ നിങ്ങൾ ടൈം കളിയുന്നില്ല, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ മൊത്തം സം ചെയ്താൽ ഇതിന്റെ സം വാല്യൂ കിട്ടും. സോ ഞാൻ അത് മൊത്തം ചെയ്ത് ഇവിടുത്തെ സം വാല്യൂ കിട്ടി. ക്ലിയർ അല്ലേ? സോ ദെർഫോർ നമുക്ക് പറയാം, ദെർഫോർ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഇസ് ഈക്വൽ ടു സിഗ്മ എന്താണ്? F × സിഗ്മ F ഇൻറ്റു x - m അതിന്റെ മോഡുലസ് ഡിവൈഡഡ് ബൈ സിഗ്മ F ആണ്, അതായത് n ആണ്. സോ വിച്ച് ഈസ് 150 ഡിവൈഡഡ് ബൈ 30. 0 കട്ട് ചെയ്താൽ 15/3 കിട്ടും, അതായത് 5 എന്ന് കിട്ടും. സോ ഇവിടുത്തെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എത്രയാണ്? 5 ആണ്. വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ? സോ ഇങ്ങനെ ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കുറേ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനും കുറേ സബ്ട്രാക്ഷനും വരും. നല്ല കെയർ കൊടുത്തിട്ട് മാത്രം ചെയ്യാം. മനസ്സിലായല്ലോ? സോ ഗൈസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി സീക്വൻസ് ആൻഡ് സീരീസ് എന്നാണ്. ശ്രദ്ധിക്കുക, 16 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ, അതായത് പാർട്ട് ബി ഇവിടെ തീർന്ന്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1 to 8 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 1 to 8 3 മാർക്സിന്റെ ക്വസ്റ്റ്യനാ. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. 9 to 16 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, അതും കംപ്ലീറ്റ് ചെയ്ത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 17 മുതൽ 20 വരെയുള്ള 4 ക്വസ്റ്റ്യൻസ് മാത്രം. അത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ അല്ലേ? സോ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി 5th ടേം ഓഫ് ദി സീക്വൻസ്. ഒരു സീക്വൻസ് n തന്നിട്ടുണ്ട്, 5th ടേം കാണാൻ പറ. ദെർഫോർ A5 ആണ് കാണേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. സോ A5 is equal to 2n എന്നാ പറഞ്ഞത്. സോ 2⁵ + 1, 2⁵ വാല്യൂ 32 ആണ്. സോ 32 + 1 which is 33. സോ 5th ടേം 33 ആണ്. ബുദ്ധിമുട്ടില്ല, വേഗം ചെയ്യാൻ പറ്റും അല്ലേ? സോ ഇതേപോലെ ഒരു ജനറൽ ടേം ചിലപ്പോൾ നിങ്ങളുടെ 3 - 2n എന്ന് പറയും. സോ n നിങ്ങൾ 5 കൊടുക്കുക, 5th ടേം കിട്ടും. 6 കൊടുത്താൽ 6th ടേം കിട്ടും. അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവാണ് ഗൈസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മളുടെ GPന്റെ ഈ ഒരു GPന്റെ 8th ടേം കാണാനാണ്. സോ GPന്റെ കേസിൽ 8th ടേം കാണണമെങ്കിൽ A8 കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം A × R⁷7 ചെയ്താൽ മതി. A9 ആണെങ്കിൽ AR⁸8, A6 ആണെങ്കിൽ AR⁵5. സോ ഇവിടെ ആരാണുള്ളത് ഒന്ന് കുറച്ചാൽ മതി. ഹിയർ A എന്താ R എന്താ എന്ന് ശ്രദ്ധിക്കണം. ഹിയർ എന്റെ വാല്യൂ 1 ഫസ്റ്റ് ടേം. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെ. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക 3/1, അല്ലെങ്കിൽ ഇത് ചെയ്യുക 9/3 3 എന്തായാലും കുഴപ്പമില്ല. സോ കോമൺ റേഷ്യോന്റെ വാല്യൂ കിട്ടി. ഈ 2 വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ടോ? ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. Therefore A8 is equal to A × 3⁷7. A എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 3⁷7ന്റെ വാല്യൂ എത്ര? 3⁷7 എന്ന് പറഞ്ഞാൽ ആക്ച്വലി കിട്ടും 3⁶6 പറഞ്ഞാൽ 729. സോ 729 × 2 എന്ന് പറഞ്ഞാൽ 1458 എന്ന് കിട്ടും. സോ 1458 ആണ് നമ്മളെ 8th ടേം വരുന്നത്. Therefore A8 is equal to 1458. ക്ലിയർ ആയടാ? സോ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ അതിലെ. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കംപ്ലീറ്റ് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക.
ഏറ്റവും കൂടുതൽ പ്ലസ് 1 മാത്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ത്, ഇങ്ങനെ സമ്മ് കാണാൻ വേണ്ടി ചോദിക്കും അപ് ടു n ടേംസ്. ക്ലിയർ ആടാ? സം ടു n ടേംസ് കാണാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു പ്രൊസീജിയർ ഉണ്ട്, ആ പ്രൊസീജിയറിൽ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? എന്താണ് പ്രൊസീജിയർ? ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവരും 8നെ മൾട്ടിപ്ലൈ. സോ എല്ലാവരെയും 8 കോമൺ ആണെന്ന് മനസ്സിലാക്കി 8നെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കും. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഹിയർ. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, 8നെ നമ്മൾ കോമൺ ആയിട്ട് എടുത്ത്. എല്ലാവരെയും 8 ഉണ്ട്, സോ 8 കോമൺ ആയിട്ട് എടുത്ത്. ഇനിയില്ലടാ, ഇത് ആക്ച്വലി ശ്രദ്ധിക്കുക, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ അല്ല. സോ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇതിനെന്തിലേക്ക് മാറ്റണം. നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കുക, കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ ഇവിടെ ചെയ്യണം. ആ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇയാളെ ജോമെട്രിക് പ്രോഗ്രഷനിലേക്ക് എത്തിക്കണം. ആ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻറ്റു 9 ചെയ്യുക, അതിന്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്യാൻ ബൈ 9 ചെയ്യുക. ശ്രദ്ധിക്കുക, 9/9 എന്ന് പറഞ്ഞാൽ 1, പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. ഇൻറ്റു 9 ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ GPയിലേക്ക് മാറ്റാനുള്ള അഡ്ജസ്റ്റ്മെന്റാ. ക്ലിയർ അല്ലേ? സോ ഇൻറ്റു 9 ചെയ്യുന്നു, അതിന്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്യാൻ ബൈ 9. ആ ബൈ 9 ഒന്നെങ്കിൽ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ എഴുതാം, എന്തായാലും കുഴപ്പമില്ല. കാരണം ഇത് 3 മൾട്ടിപ്ലൈഡാ. ഇത് ഇൻറ്റു 9. സോ താഴെ മൊത്തത്തിൽ 9 എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ മൊത്തത്തിൽ 9 എഴുതി, ഇൻറ്റു 9/9. ഈ 9 ഞാൻ എന്ത് ചെയ്ത് 8ലേക്ക് മാത്രം ചുരുക്കി എഴുതി. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ കിട്ടും, 8/9 ഇൻറ്റു ഈ ടേം അതുപോലെ ഉണ്ട്, ഇൻറ്റു 9. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഇൻറ്റു 9 എന്നും ഇവിടെ ഡിവൈഡഡ് ബൈ 9 എന്നും വന്ന് അത്ര മാത്രമേ ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുള്ളൂ. സോ ഇൻറ്റു 9 കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ 1-2 അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇതിനെ GPയിലേക്ക് മാറ്റും എന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇൻറ്റു 9 എന്ന് കൊടുക്കുന്നത്. മനസ്സിലായടാ? ഇനി ശ്രദ്ധിക്കുക, ഇനി നല്ലപോലെ ശ്രദ്ധിക്കുക. ഇനി ചെയ്യേണ്ട കാര്യം എന്താ, ഇത് GPയിലേക്ക് മാറാൻ വേണ്ടി ഈ 9നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 9 × 1 9 ആവും, ഇത് 99 ആവും, ഇത് 999 ആവും. ആ രീതിയിലേക്ക് മാറും. ക്ലിയർ? ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് n ടേംസ് വരെ ഇത് പ്രൊസീഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ് ടു n ടേംസ് ഇത് പോയി കൊടുക്കണം. ഇനി നോക്കാം 9 ഏതൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ 7ലാണെങ്കിൽ നിങ്ങൾ പുറത്ത് 7 എടുക്കുന്നു. അതോടുകൂടി ഇയാൾക്ക് ഇനി ഒരു റോളും ഇല്ല. ഇയാളിങ്ങനെ എല്ലാ സ്റ്റെപ്പിലും 8 താഴേക്ക് വരുന്ന പോലെ 7 വരും, 5 വരാം, 6 വരാം, 0.1 വരാം, 0.2 വരാം, ഒക്കെ സീമ. ഏതാണ് നമ്പർ ഇത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ക്ലിയർ അല്ലേ? സോ 9നെ നമുക്ക് എന്ത് ചെയ്തടാ, 9നെ നമുക്ക് 10 - 1 എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ 99 100 - 1, മറ്റാൾ 1000 - 1, ആ രീതിയിലേക്ക് മാറും. ക്ലിയർ അല്ലേ? ഇതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ GP ഇൻട്രൊഡ്യൂസ് ആയി. നമുക്ക് ഇപ്പൊ കിട്ടിയ സാധനം എന്താ, 10 - 1 100 - 1 1000 - 1 ഇങ്ങനെ പോകും. നോക്കണേ, 10 വരുന്നുണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട് അല്ലേ. 10 + 100 + 1000. അടുത്ത് എന്തായാലും ഒബ്വിയസ്ലി പ്ലസ് 10,000 ആവും, ദെൻ പ്ലസ് 1 lakh. ഇനി ഈ സാധനം ഒരു GP ആണ്. മാത്രമല്ല -1 -1 -1 എല്ലാവരിലും -1 ഉണ്ടാവും. ഇതിങ്ങനെ n ടേംസ് വരെ ഉണ്ടാവും. സോ -1 ഒരു സൈഡിലേക്കും അതേപോലെ 10ന്റെ മൾട്ടിപ്പിൾ ഒരു സൈഡിലേക്കും മാറ്റാൻ പോവാണ്. സോ 8/9 പുറത്തുണ്ട്, 10 100 1000 ഇതിങ്ങനെ n ടേംസ് വരെ ഇവിടെ ഉണ്ട്. മൈനസ് എല്ലാവരിലും ഉള്ളതുകൊണ്ട് മൈനസ് കോമൺ ആക്കിയെടുത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് പോയി. ക്ലിയർ അല്ലേ? ഇത് നോക്കടാ, ഇതൊരു GP അല്ലേ. ഫസ്റ്റ് ടേം 10, കോമൺ റേഷ്യോ 10, കറക്റ്റ് അല്ലേ? 10 × 10 100 × 10 1000 × 10 10,000 ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു GP ആ. GPനെ സമ്മ് കാണാനുള്ള ഫോർമുല കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ സോൾവ് ആയി. മനസ്സിലായടാ? സോ ജസ്റ്റ് എന്ത് ചെയ്യുക, SNന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. SN കാണാനുള്ള ഫോർമുല എന്താ, SN = A × R⁻n - 1 ഡിവൈഡഡ് ബൈ R - 1. ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയോ? അതിൽ A എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം ആണ്. സോ ഇയാളത് മാത്രം കേട്ടോ, ഇതിന്റെ മാത്രം. ഇതെന്താ, 1 കൂട്ടി 2, മൊത്തം 3 ഒന്നാണെങ്കിൽ 3 ഉണ്ടാവും, 4 ഒന്നാണെങ്കിൽ ആൻസർ 4 ആയിരിക്കും. ഇവിടെ n ടേംസ് വരെയുണ്ട്. സോ ഇങ്ങനെ 1 എന്നുള്ളത് ഒരു 10 പ്രാവശ്യം ആഡ് ചെയ്താൽ നമുക്ക് 10 അല്ലേ കിട്ടുക. ഇവിടെ n ടേംസ് ഉണ്ട്, സോ നമുക്ക് അവിടെ n കിട്ടും. സോ ഇത് GPന്റെ ഈ ഒരു സം ഫോർമുല കൊടുക്കുക, ഇതിന്റെ വാല്യൂ n എന്ന് കൊടുക്കുക. ഗൈസ്, നമ്മൾ ആൻസർ ഇത് അവിടെ കംപ്ലീറ്റ് ആയി. 8/9 പുറത്തുണ്ട്, 8/9 പുറത്തുണ്ട്. ഇത് A × R⁻n, അതായത് ഹിയർ A എന്ന് പറഞ്ഞാലും ഈ ക്വസ്റ്റ്യനിൽ A എന്ന് പറഞ്ഞാലും R എന്ന് പറഞ്ഞാലും 10 എന്നാ. ക്ലിയർ അല്ലേ? സോ A എന്ന് പറഞ്ഞാൽ 10 × R⁻n - 1 10⁻n - 1 ഡിവൈഡ് ബൈ 10 - 1 മൈനസ് ഇയാളുടെ വാല്യൂ മൊത്തം എന്നാന്ന് പറഞ്ഞ് ഇനി വേണമെങ്കിൽ ഈ 8/9 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. താഴെ ഇവിടെ ഒരു 9 ഉണ്ട്, ഈ 9 വരുമ്പോൾ 81 ആവും. 8 × 10 80 ആവും. ഈ 8/9 അതേപോലെ അടുത്ത ടേമിലേക്കും പോകും. സോ ഇതോടുകൂടി നമ്മൾ ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ആവാണ് ഗൈസ്. മനസ്സിലായടാ? സോ ഇങ്ങനെ GPയിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് പ്ലസ് 1 മാത്സിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ സാധനം. കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ ശ്രദ്ധിക്കുക. സോ ഗൈസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ.
അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി സീക്വൻസ് ആൻഡ് സീരീസ് എന്നാണ്. നമുക്കൊരു 3 ക്വസ്റ്റ്യനോട് കൂടി നമ്മുടെ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആവട്ടോ. സീക്വൻസ് ആൻഡ് സീരീസിൽ സ്ട്രേറ്റ് ലൈൻസ്, സീക്വൻസ് ആൻഡ് സീരീസ് അല്ല സ്ട്രേറ്റ് ലൈൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് കണ്ടാൽ മനസ്സിലാക്കുക എം എന്നാണ് നമ്മൾ വിളിക്കുക. സോ എമ്മിന്റെ വാല്യൂ 2 ആ. വൈ ഇന്റർസെപ്റ്റ് സി എന്ന് വിളിക്കുക, സിന്റെ വാല്യൂ 3 ആണ്. സോ സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും തന്നാൽ നമുക്കൊരു ഫോർമുല ഉണ്ട്. ഇക്വേഷൻ ഓഫ് ലൈൻ കാണാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് മനസ്സിലാക്കുക ഇക്വേഷൻ ഓഫ് ലൈൻ എന്താണ്. ഇക്വേഷൻ ഓഫ് ലൈൻ വെൻ സ്ലോപ്പ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ് ആർ ഗിവൺ. ഇതാണ് ഇക്വേഷൻ. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എമ്മും സിയും ഡയറക്റ്റ് തന്നിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ആള് 2x പ്ലസ് സി, അതായത് 2x പ്ലസ് 3 എന്ന ഫോമിലേക്ക് മാറും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 1 മാർക്കിനാ ചോദിക്കാം. ക്ലിയർ അല്ലേ? സോ ഇത് 1 മാർക്ക്, ഇത് 2 മാർക്ക്, ഇത് 3 മാർക്ക്, മൊത്തം 6 മാർക്ക്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. റെഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി എക്സ് വൈ ഇന്റർസെപ്റ്റ് കാണാനാ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക, നമ്മളില്ല ഇപ്പോൾ നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരച്ച്. ക്ലിയർ അല്ലേ? ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഈ കട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസിന് വിളിക്കുന്ന, ഇങ്ങോട്ടുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരാണ് എക്സ് ഇന്റർസെപ്റ്റ്. ഇയാൾ വിളിക്കുന്ന പേരുന്ന എക്സ് ഇന്റർസെപ്റ്റ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ദൂരത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? വൈ ഇന്റർസെപ്റ്റ്. എക്സ് ഇന്റർസെപ്റ്റ് നമ്മൾ പൊതുവെ എ എന്നാണ് അഡ്രസ് ചെയ്യുക, വൈ ഇന്റർസെപ്റ്റിനെ ബി എന്നാണ് അഡ്രസ് ചെയ്യുക. സോ ഇത് രണ്ടും വരുന്ന ഒരു ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് ഫോർമുല? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം ആണ്. എപ്പോഴുള്ളടാ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം. എപ്പോഴുള്ള സ്റ്റാൻഡേർഡ് ഫോമാ? എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. സോ ഈ ഫോമിലേക്ക് മാറ്റിയാൽ നമുക്ക് വേഗം ആരെ കിട്ടും? എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കിട്ടും എന്ന് മനസ്സിലാക്കാം. ഒരു മിനിറ്റ്. റെഡി. ഏതാ ഈ ഒരു ഫോം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇയാളെ നിങ്ങൾ ഈ ഫോമിലേക്ക് മാറ്റിയ ഈ എ ആണ് എക്സ് ഇന്റർസെപ്റ്റ്, ബി ആണ് വൈ ഇന്റർസെപ്റ്റ്. സോ ഈക്വൽ ടു 1 ഫോമിലാക്കണം. കാരണം ഈക്വൽ ടു 1 ആ. സോ ഇവിടെ ഓൾറെഡി ചിലപ്പോൾ ക്വസ്റ്റ്യൻ -6 is equal to 0. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ -26 is equal to 0. അപ്പോൾ ഈ -26 അങ്ങോട്ടും ഉണ്ടോ ഈക്വൽ ടു 26. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈക്വൽ ടു 1 ആക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഈ എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യന്റ് ഈക്വൽ ടു 1 ആക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താ? 6നെ ഈക്വൽ ടു 1 ആക്കണമെങ്കിൽ ബൈ 6 ചെയ്യുക. അപ്പൊ ഇവിടെയും ബൈ 6 വരും. അപ്പൊ എക്സിനെയും വൈനെയും ഇവിടെ ഫ്രീ ആക്കണം. ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതർ സൈഡിൽ താഴെ കൊണ്ടോ എന്തെങ്കിലും ചെയ്യണം. ക്ലിയർ അല്ലേ? സോ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ ഡിവൈഡ് ചെയ്ത് ടു ഗെറ്റ് 1 കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? സോ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടടാ? 6/6 1 ആവും. സംശയമില്ലല്ലോ. റെഡി. ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാക്കും ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. സോ അവസാനം നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടും. ഏതൊരു പാറ്റേൺ? 2x/6. എല്ലാവർക്കും 6 വരും. ഈ 6 കട്ട് ചെയ്താൽ 1 ആവും. ഇത് കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. ഇത് കട്ട് ചെയ്താൽ ഇവിടെ 3 വരും. സോ x/3 പ്ലസ് y/2 ഈക്വൽ ടു 1 എന്ന ഫോമിലേക്ക് മാറും. സോ ഇത് ഈ ഒരു നമ്മളെ സ്റ്റാൻഡേർഡ് ഇക്വേഷന്റെ ഫോമിലേക്ക് മാറി. ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? സോ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും എക്സ് ഇന്റർസെപ്റ്റ് പറഞ്ഞാൽ എക്സിന് താഴെ വരുന്ന ആളാണ്, അതിന്റെ വാല്യൂ 3 ആണ്. വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൈന്റെ താഴെ വരുന്ന ആളാണ്, അതിന്റെ വാല്യൂ 2 ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോടാ? പറഞ്ഞ കാര്യം സെറ്റ് ആയോ? സോ നമ്മളുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാ അവിടെ 2 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തേർഡ് പാർട്ടിലേക്ക് പോവാ. എന്താണ് തേർഡ് പാർട്ട്? യെസ്, ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി ലൈൻ. ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാം. സോ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്കൊരു ഇക്വേഷൻ ഓഫ് ലൈൻ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ ഓഫ് ലൈൻ തരില്ല കേട്ടോ, നിങ്ങളായിട്ട് ഉണ്ടാക്കേണ്ടി വരും. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റാ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്റ്റൻസ് കാണുന്ന കാര്യം. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദി ലൈൻ എക്സാമിന് ചോദിക്കാം. അതിൽ ലൈന് തരണം എന്നില്ല. ഇവിടെ ലൈൻ തന്നിട്ട് ചിലപ്പോൾ യു ഹാവ് ടു ക്രിയേറ്റ് ദി ലൈൻ. ലൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിന് ലൈൻ കാണാൻ വേണ്ടി y is equal to y minus y1 is equal to m into x minus x. അങ്ങനെ കുറേ ഫോർമുല ഉണ്ട്. എം എന്ന് പറഞ്ഞ സ്ലോപ്പ്. അങ്ങനെ ഈ ലൈൻ നിങ്ങൾ ഫോം ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. എന്ത്? മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അതിൽ ax പ്ലസ് by പ്ലസ് c എന്ന് പറയുന്നത് നമ്മളെ ഇക്വേഷൻ ഓഫ് ലൈനാണ്. ഇതാണ് ax പ്ലസ് by പ്ലസ് c. നമ്മുടെ ഇത് x1 y1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് 3 - 5. ചെയ്യേണ്ട കാര്യം എന്താ? ax അല്ല, പകരം ax1. ഈ x കാണുന്നത് ഈ പോയിന്റ്, അതായത് 3 കൊടുക്കണം. ഈ y കാണുന്നിടത്ത് ഈ -5 കൊടുക്കണം. അപ്പൊ ഈ ഇക്വേഷനിൽ എക്സ് കാണുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ എക്സ് കാണുന്നിടത്ത് നിങ്ങൾ 3 കൊടുക്കുക. അതേപോലെ y കാണുന്ന സ്ഥലത്ത് -5 കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ന്യൂമറേറ്റർ പാർട്ട് കംപ്ലീറ്റ് ആവും. ഡിനോമിനേറ്റർ ആക്ച്വലി എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യന്റിന്റെ റൂട്ട് സ്ക്വയർ സമ്മ.
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ 3യും -4 ആണ് ഇവിടുത്തെ വാല്യൂ വരുന്നത്. എനിവേ ഇതിലേക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. നോക്കണേ, 3 × 3 കണ്ടല്ലോ. ദെൻ -4 × -5 കണ്ടല്ലോ, -26. 3 × 3 9 ആണ്. 9 + 20 -26 എന്ന് കിട്ടും. 9 + 20 -26 ഡിവൈഡ് ബൈ ഇത് √25 ആവും. ആക്ച്വലി -4 സ്ക്വയർ ചെയ്യേണ്ടത്, ബട്ട് -4 ആയാലും +4 ആയാലും സ്ക്വയർ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടില്ല, 16 തന്നെ കിട്ടാം. ക്ലിയർ അല്ലേ? സോ √25 താഴെ ഉണ്ടാവും. സോ 20യും 9ഉം ആഡ് ചെയ്ത് എത്ര ഇട്ടടാ? ഇത് 29 ആവും. 29 - 26 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? സോ ഫൈനലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം D = ന്യൂമറേറ്ററിൽ 3 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 5 ഉണ്ട്. സോ 3/5 ആണ് നമ്മൾ ഡിസ്റ്റൻസ് വരുന്നത്. സോ ഗൈസ്, ഡിസ്റ്റൻസ് കാണുന്ന ഈ ഒരു കൺസെപ്റ്റ് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി ചോദിക്കാം. അതിൽ ലൈൻ്റെ ഇക്വേഷൻ തരണമെന്നില്ല, യു ഹാവ് ടു ക്രിയേറ്റ്. നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായടാ? സോ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ എല്ലാവരും റെഡി അല്ലേടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാറ്റ് ഫ്രീക്വന്റ് ആയിട്ട് 6 മാർക്കിന് സയൻസിലും കൊമേഴ്സിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ത്? മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മിക്കപ്പോഴും നിങ്ങൾക്ക് തരാം ക്ലാസ് ഇന്റർവെൽ ആയിരിക്കും തരാം. സോ മീന് കാണാനുള്ള ഫോർമുലേസ് ഹിയർ, വേരിയൻസ് കാണാനുള്ള ഫോർമുലേസ് ഹിയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. വേരിയൻസിന്റെ റൂട്ട് എടുത്താൽ മതി. ഇതിൽ വേരിയൻസ് കാണാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ വേറൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമുല പ്രൊസീഡ് ചെയ്യുക. ഞാൻ ഈ ഒരു ഫോമിലാണ് ഞാൻ ഇവിടെ പിക്ക് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് നമുക്ക് മീന് കാണാം. σfx/n ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആരാ? n എന്ന് പറഞ്ഞാൽ എഫിന്റെ സം, ഫ്രീക്വൻസിന്റെ സമ്മാണ് n എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ട് കുഴപ്പമില്ല. fx കിട്ടണം. ഫ്രീക്വൻസിനാണ് f എന്ന് വിളിച്ചത്. ബട്ട് x എന്ന് പറഞ്ഞാൽ ഇതിന്റെ മിഡ് വാല്യൂ എടുത്താൽ x കിട്ടും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ലാസിന്റെ മിഡ് വാല്യൂ എടുത്താൽ x വാല്യൂ കിട്ടും. അപ്പോൾ 40 50 എന്താ അതിന്റെ 40 50 ആഡ് ചെയ്യുക, അതിന്റെ ബൈ 2 ചെയ്യുക, 45 കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ 7 to 11 ആണെന്ന് വിചാരിക്കും. എന്താ ചെയ്യേണ്ടത്? 7 ഉം 11 ആഡ് ചെയ്യുക, ബൈ 2 കിട്ടുക. അപ്പോൾ 18/2 9 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. രണ്ടും പാടെ ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക. മനസ്സിലായോ? സോ ഇവിടുത്തെ കേസിൽ അങ്ങനെ എക്സ് കിട്ടി. എക്സ് മൊത്തം എന്താ? മിഡ് വാല്യൂ. ക്ലിയർ അല്ലേ? ഇനി fx/n എന്നാ ഞാൻ പറഞ്ഞത്, σfx/n. അപ്പൊ f × x ചെയ്യണം. f × x എന്താ? 5 × 5 25 എന്ന് കിട്ടും. അങ്ങനെ ഓരോ ആൾക്കാരുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? ഇത് ചെയ്താൽ നമുക്ക് σfx ഇവിടെ ക്ലിയർ ആയിട്ട് കിട്ടും. മാത്രമല്ല ഇതിന്റെ സമ്മ് ശ്രദ്ധിക്കണേ, ഇയാളുടെ സമ്മാണ് σfx. ഇയാളുടെ സമ്മിനെ വിളിക്കുന്ന പേരാണ് σf. സോ σfx/σf നമുക്ക് ആരിട്ടാ? നമുക്ക് മീന് കിട്ടും. മീന് കിട്ടിയാലേ ബാക്കി നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം σfx/n ഏതാ? മീന് കിട്ടി. വേരിയൻസ് ആണെങ്കിൽ മീനിന്റെ സ്ക്വയർ വേണം. സോ മീന് നമുക്ക് ആദ്യം കണ്ടുവെക്കാം. റെഡി? സോ ഞാൻ പറയാം, σfxും σfഉം ചെയ്ത് കിട്ടുന്ന വാല്യൂസ് ഞാൻ ഒന്ന് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ബാക്കി മൊത്തം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ടൈം കളയാനില്ല. ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്തിട്ട്. ക്ലിയർ അല്ലേ? ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ചെയ്യേണ്ട കാര്യം മീനിനുള്ള കാര്യങ്ങൾ സെറ്റായി. മീൻ എന്ന് പറയുന്നത് എന്താ? σfx/σf. σfxന്റെ വാല്യൂ 1350. ഇത് 50 കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇത് അങ്ങനെ ചെയ്ത് നമുക്ക് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. വേരിയൻസ് ആണെങ്കിൽ fx²/n. അപ്പൊ എഫിനെ x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എഫിനെ x കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തല്ലേ? എഫിനെ x കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി ഫ്രീക്വൻസിനെ എക്സിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സിന്റെ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25 ആണ്. സോ 5 × 25 125 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ 15ന്റെ സ്ക്വയർ 225 ആണ്. 8 × 225 എത്ര കിട്ടടാ? 8 × 225 എത്ര കിട്ടും? 1800. അങ്ങനെ എല്ലാ ആൾക്കാരും ചെയ്യണം. ഇവിടുത്തെ fx എന്താ കിട്ടുക? 15 × 8. 15 × 8 എന്ന് പറഞ്ഞാൽ 120. റെഡി? അങ്ങനെ എല്ലാവരും നമ്മൾ കണ്ടുവെക്കണം. രണ്ടാൾക്കാർ സെറ്റ് ചെയ്ത് വെച്ച് ഇതിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് σfx². സോറി, ഇതിന്റെ സമ്മക്ക് ആവശ്യമില്ല. ലാസ്റ്റ് ഇത് സമ്മ്. ഇയാളുടെ സമ്മിനെ വിളിക്കുന്ന പേരാണ് σfx². അതായത് fx² സമ്മ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? fx² സമ്മിനെ ഈ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് മീനിന്റെ സ്ക്വയർ മൈനസ് ചെയ്യണം. സോ ഓൾമോസ്റ്റ് എല്ലാ കാര്യം ഇവിടെ സെറ്റായി. ഇത്രയും ഡാറ്റ ഉണ്ടായാലേ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. ഇത്രയും ഡാറ്റ ഉണ്ടായാലേ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? ഇത്രയും ഡാറ്റ ഉണ്ടായാലേ നിങ്ങൾക്ക് മീനും വേരിയൻസ് കാണാൻ പറ്റുള്ളൂ. വേരിയൻസിന്റെ റൂട്ട് എടുത്താൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ക്ലിയർ ആയോ? സോ ഇവിടെ ഞാൻ ഈ വാല്യൂസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മീന് കാണാൻ നമുക്ക് ഇനി മീൻ ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മീൻ ഇസ് ഈക്വൽ ടു x ബാർ ഇസ് ഈക്വൽ ടു
1350 ഡിവൈഡഡ് ബൈ 50 കിട്ടും. ഇവിടെ നമുക്ക് ആരെ കട്ട് ചെയ്യാം? 0 ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി 135/5 ആണ്. ഇത് ജസ്റ്റ് മുകളിലും തായും ഇൻറ്റു 2 കൊടുക്കുക. സോ 270 കിട്ടും. കറക്റ്റ് അല്ല ഞാൻ ചെയ്ത്? കറക്റ്റ് അല്ലടാ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ. 135/50 ഞാൻ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. 135/50 27 കിട്ടും. 270 അല്ലേ 27. നമ്മൾ ആ 0 കട്ട് ചെയ്തല്ലോ അല്ലേ? കറക്റ്റ് അല്ലേ? 27 കിട്ടും. 0 കട്ട് ചെയ്തല്ലോ. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? മീന് കിട്ടി. ഇനി വേരിയൻസ് കാണാനുള്ള ഫോർമുല സിഗ്മ fx²/n ആണ്. fx² സമ്മത്തിൽ കിട്ടി നിങ്ങൾക്ക്. fx² സം ഇസ് ഈക്വൽ ടു 43050. എത്ര കിട്ടിയടാ? 43050 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ എത്ര? 50 അല്ലേ? മൈനസ് ആറ് സ്ക്വയറാ 27² അല്ലെ? മീൻ 27 കിട്ടിയേ. സോ 27². ഇത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടടാ? ഇവിടെയും 0 കട്ട് ചെയ്യാൻ പറ്റും. 4305 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ കിട്ടും 861 കിട്ടും. 4305 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 861 ആണ്. സോ 861 റെഡി. ഇത് 861 ആണ്. 861 മൈനസ് 27² 729 അല്ലേ? സോ 861 ഇന്നു 729 മൈനസ് ചെയ്താൽ ഫൈനലി നമുക്ക് 132 കിട്ടും. 132. സോ ഇതാണ് നമ്മളുടെ വേരിയൻസിന്റെ വാല്യൂ. ദെർഫോർ വേരിയൻസ് ഇസ് ഈക്വൽ ടു 132 കിട്ടി. ക്ലിയർ ആയടാ? റെഡി. ദെർഫോർ വേരിയൻസ് ഇസ് ഈക്വൽ ടു 132. വേരിയൻസിന്റെ വാല്യൂ 132. കുറച്ച് വൃത്തിക്ക് ചെയ്തേട്ടാ. വേരിയൻസ് കിട്ടിയ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല. ജസ്റ്റ് ഇയാളെ റൂട്ട് എടുത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും അല്ലേ? ഇയാളുടെ റൂട്ട് എടുത്ത് നമുക്ക് എന്ത് കിട്ടാ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സോ ദെർഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഷോർട്ട് ആയിട്ട് SD എന്ന് വിളിക്കട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 132 ആണ്. 130ന്റെ റൂട്ട് എടുത്ത് നമുക്ക് 11.489 കിട്ടും. അപ്രോക്സിമേറ്റ്ലി 11.5 എന്ന് വിളിക്കാം. 11.5. ഇതോടുകൂടി നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കംപ്ലീറ്റ് ആയി. സ്റ്റാറ്റിയിലെ 6 മാർക്കിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് കാണുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ ആടാ? സോ ഗൈസ് ഇതോടുകൂടി നമ്മളിതാ ഈ ഒരു 19ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവാം. മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാൻ പോവാം. സോ അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാം ഒക്കെ പെർഫോം ചെയ്യുക. എക്സാം ഒക്കെ ഉഷാറാവട്ടെ. യെസ് ഗൈസ്, ക്വസ്റ്റ്യൻ ഇതാണ്. E and F ആർ ഇവന്റ് സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് E 1/4 തന്നിട്ടുണ്ട്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് F 1/2 തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് E and F ഫസ്റ്റ് മനസ്സിലാക്കുക. E and F എന്ന് പറഞ്ഞാൽ അത് E ഇന്റർസെക്ഷൻ F ആണ് മനസ്സിലാക്കുക. E and F എന്താണ്? E ഇന്റർസെക്ഷൻ F. ശരി. അപ്പോൾ ഇത്രയും കാര്യം ക്വസ്റ്റ്യനിൽ ഗിവണ. E or F കാണാനാ ക്വസ്റ്റ്യൻ. E or F എന്ന് കണ്ടാൽ മനസ്സിലാക്കുക. അതായത് ആൻഡ് എന്ന് കണ്ടാൽ ശ്രദ്ധിക്കുക, എപ്പോഴും ആൻഡ് എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അത് ഇന്റർസെക്ഷൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് മൾട്ടിപ്ലിക്കേഷനിലേക്കാണ് പോകേണ്ടത്. ഓർ എന്ന് കണ്ടാൽ മനസ്സിലാക്കുക യൂണിയൻ ആണ്, അത് അഡീഷൻ ആണ്. ഇത് നമ്മൾ പെർമ്യൂട്ടേഷൻസിലേക്ക് ഒരുപാട് കണ്ടാണ്. ആൻഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഇന്റർസെക്ഷൻ ആണ്. അതേപോലെ ഓർ എന്ന് കണ്ടാൽ അഡീഷൻ ആണ് അല്ലെങ്കിൽ യൂണിയൻ ആണെന്നൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും. സോ ഇവിടെ E and F എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഈ ഇന്റർസെക്ഷൻ F ആണിത്. E or F കാണാനാ ക്വസ്റ്റ്യൻ, അതായത് P of E യൂണിയൻ F ആണ് കാണേണ്ടത്. E or F എന്ന് പറയുന്നത് E യൂണിയൻ F. ഈ യൂണിയൻ F കാണാൻ ഒരു ഫോർമുല ഉണ്ട്. എന്താ ഫോർമുല? യെസ്, P of E യൂണിയൻ F is equal to, ഞാൻ ഫോർമുല കൊടുത്തിട്ടുണ്ട്. P of E plus P of F minus P of E intersection F. എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ആ വാല്യൂസ് ആദ്യത്തെ രണ്ടാൾക്കാരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? 2 + 4 ഡിവൈഡഡ് ബൈ 8 മൈനസ് 1/8. 8 കോമൺ
2 + 4 6 ആണ്. 6 - 1 / 8 എന്ന് കിട്ടും. അതായത് 5/8 എന്ന് കിട്ടും. ഒന്നാമത്തെ ആൾ കംപ്ലീറ്റ് ആയി. ക്വസ്റ്റ്യനിൽ ഈ യൂണിയൻ എഫ് എന്ന് ചോദിച്ചില്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കിയാണ് എന്ത് ഈ ഓർ എഫ് എന്ന് പറഞ്ഞാൽ ഈ യൂണിയൻ എഫ് ആണ്. ഈ ഫോർമുല പഠിച്ചിരിക്കണം. ഞാൻ വീണ്ടും പറയാണ് ഗൈസ്, ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നോട്ട് ഈ ആൻഡ് നോട്ട് എഫ് എന്നാ. നോട്ട് എന്ന് കണ്ടാൽ മനസ്സിലാക്കുക ഡാഷ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാണ് നോട്ട് എ എന്ന് പറഞ്ഞാൽ അത് എ ഡാഷ് ആണ് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ പ്രോബബിലിറ്റി കാണാന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ പി ഓഫ് എ ഡാഷ് കാണാൻ പോവാ. ഡാഷ് വന്നാൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് 1 - ചെയ്താൽ മതി. 1 - പി ഓഫ് എ. പി ഓഫ് ബി ഡാഷ് ആണെങ്കിൽ 1 - പി ഓഫ് ബി. പി ഓഫ് സി ഡാഷ് ആണെങ്കിൽ 1 - പി ഓഫ് സി. ആ രീതിയിലാണ് നമ്മൾ പോകേണ്ടത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നോട്ട് ഇ നോട്ട് എഫ് ആൻഡ് കാണുന്നുണ്ട്. ആൻഡ് എന്ന് കണ്ട ഇന്റർസെക്ഷൻ ആണെന്ന് പറഞ്ഞ്. സോ ഇത് ആക്ച്വലി പ്രോബബിലിറ്റി ഓഫ് എന്താ? പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ് ഡാഷ്. ഇതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണേ, ഈ ആൻഡ് എന്ന് കൊടുത്തോണ്ടോ ഞാൻ ഇന്റർസെക്ഷൻ എന്ന് കൊടുത്ത്. ക്ലിയർ അല്ലേ? പി ഓഫ് ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ് ഡാഷ് കാണാനാ ക്വസ്റ്റ്യൻ. ഒരു കാര്യം നല്ല പോലെ ശ്രദ്ധിച്ചോളാം. ഡാഷ് കണ്ടാൽ ഇക്കും ഡാഷ് ഉണ്ട്, എഫിനും ഡാഷ് ഉണ്ട്. ഇത് കോമൺ ആയിട്ട് എടുക്കാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ഡാഷിന് നിങ്ങൾക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിമോർഗൻസ് ലോ പോലൊരു സാധനം പറയുന്നത് വെരിഫൈ ദാറ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ് ഡാഷ് ആണ് കാണേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഡാഷിനെ കോമൺ ആയിട്ട് എടുക്കാം. ശ്രദ്ധിച്ചോളാം, ഞാൻ പറഞ്ഞത് നല്ല പോലെ ശ്രദ്ധിച്ചോളേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡാഷിനെ കോമൺ ആയിട്ട് എടുക്കാം. പി ഓഫ് ഡാഷ് കോമൺ ആക്കാം. അപ്പോഴും ഉള്ളിലുള്ള ഇ അതുപോലെ ഇ ആയിട്ട് നിൽക്കുന്നുണ്ടാവും, എഫ് അതുപോലെ എഫ് ആയി നിൽക്കുന്നുണ്ടാവും. രണ്ടുപേരുടെയും ഡാഷ് കോമൺ ആയിട്ട് എടുത്ത്. ബട്ട് അറ്റ് ദി സെയിം ടൈം ആ ഇന്റർസെക്ഷനെ മാറ്റിയിട്ട് യൂണിയൻ ആക്കാൻ മറക്കരുത്. ഇതൊരു പി ഓഫ് എ ഫോമിലായി. അതായത് ഒറ്റാളെ ഈ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ അത് ഒറ്റ എലമെന്റ് അല്ലേ? ഇപ്പൊ നിങ്ങൾ സെറ്റ് ആലേക്കുക യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സെറ്റാ. പറയുമ്പോൾ എ യൂണിയൻ ബി എന്ന് പറയാൻ പറ്റുള്ളൂ. ബട്ട് ആക്ച്വലി അതൊരു സെറ്റാ. ക്ലിയർ അല്ലേ? സോ അതേപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ഈ യൂണിയൻ എഫിന്റെ മൊത്തം കോംപ്ലിമെന്റ് ഉള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇയാളെ കോംപ്ലിമെന്റ് പി ഓഫ് എ ഡാഷ് 1 - പി ഓഫ് എ. പി ഓഫ് ഇ യൂണിയൻ എഫ് ഡാഷ് എന്താ ചെയ്യേണ്ടത്? 1 - ആര്? പി ഓഫ് ഇ യൂണിയൻ എഫ്. ഇതാണ് ചെയ്യേണ്ടത്. ഈ യൂണിയൻ എഫിന്റെ വാല്യൂ എന്താ? അത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഈ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിന് വേണ്ടിയിട്ടാണ് സംഭവം. 5/8 ആണ്. സോ 1 - 5/8 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 - 5 / 8 വിച്ച് ഈസ് ഈക്വൽ ടു 3/8 എന്ന് കിട്ടും. ക്ലിയർ ആയോ? എത്ര കിട്ടിടാ? 3/8. നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് പാർട്ട് എയിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയി. സോ ഇനി പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഇന്നത്തെ റിവിഷനോടെ കംപ്ലീറ്റ് ആവും. സോ വളരെ കുറഞ്ഞ സമയം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എക്സാമിലേക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി. മോഡൽ എക്സാം ആണ്. നമുക്ക് ഫൈനൽ എക്സാംസിൽ നമുക്ക് ഇനി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. റെഡി? സോ അടിപൊളിയായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ ബി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാൻ പോവാം. എ കമ്മിറ്റി ഓഫ് 2 persons ഈ സെലക്ടഡ് ഫ്രം 3 men and 2 women. അതായത് ഒരു 3 men ഉണ്ട്, 2 women ഉണ്ട്. ഇവിടുന്ന് എന്തുണ്ടാക്കണം? കമ്മിറ്റി ഉണ്ടാക്കണം. 2 ആളെ കമ്മിറ്റി ഉണ്ടാക്കണ്ടേ? കമ്മിറ്റി ഓഫ് 2 persons. അപ്പോൾ 2 persons can be, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് വേസ് ആ രീതിയിൽ എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് വേസ്. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 persons. 2 ആൾക്കാരെ സെലക്ട് ചെയ്യണം. 2 persons ഫ്രം 5 persons ഈക്വൽ ടു എത്ര ഒന്ന് പറയണേ. അതായത് എ കമ്മിറ്റി ഓഫ് 2 persons. എ കമ്മിറ്റിയിൽ എത്ര ആളുകളാ? എ കമ്മിറ്റി ഓഫ് 2 persons ഈ സെലക്ടഡ് ഫ്രം 3 men 2 women. മൊത്തം 2 women 3 men ഉണ്ട്. കമ്മിറ്റിയിൽ 2 ആൾക്കാരുണ്ടാവേണ്ടി. സോ ഇത് എത്ര രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് നമ്മൾ എഴുതുന്നത് നമുക്കറിയാം. ടോട്ടൽ 5 ആൾക്കാരുണ്ട്. 2 ആൾക്കാരെ സെലക്ട് ചെയ്യല് 5C2 വേസാ. സംശയമില്ലല്ലോ. മൊത്തം 5 ആൾക്കാരുണ്ട്. 2 ആൾക്കാർ എത്ര വേസ് സെലക്ട് ചെയ്യാൻ പറ്റില്ല? 5C2 വേസ്. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 5C2 വേസിലാണ് സെലക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യം ആക്ച്വലി
നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കേസ് അല്ല, കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ചെയ്തെന്താ, 2 ആൾക്കാരെ 5 ആൾക്കാരൊന്നും ചെയ്യാൻ പറ്റുന്ന 5 സീറ്റ് വൈസാ. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ദി കമ്മിറ്റി വിൽ ഹാവ് 1 man? അതായത് കമ്മിറ്റിയിൽ ഒരു മാൻ ഉണ്ടാവുന്ന പറഞ്ഞ പ്രോബിലിറ്റി ഓഫ് 1 man എന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ, കമ്മിറ്റിയിൽ മൊത്തം 2 ആൾ വേണ്ടേ. സോ വിച്ച് മീൻസ് കമ്മിറ്റി ഓഫ് 1 man ആൻഡ് 1 woman എന്ന അർത്ഥം. ഇതാണ് ഇതിന്റെ അർത്ഥം, 1 man ഒരു വുമണും. സോ പ്രോബബിലിറ്റി കാണുമ്പോൾ നിങ്ങൾ പഠിച്ചൊരു ബേസിക് ഫോർമുല ആണ്, ഡിനോമിനേറ്ററിൽ എപ്പോഴും ടോട്ടൽ കൊടുക്കണം. അതായത് 5c2 ഡിനോമിനേറ്ററിൽ വരും, ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ഇനി 1 man സെലക്ട് ചെയ്യണം. എവിടെ നിന്നും? 3 മെന്നിന്നും. സോ 3 മെന്നിന്നും ഒരു മെന്നിന് എത്ര വേസ് സെലക്ട് ചെയ്യാൻ പറ്റാ? 3c1 വേസ്. പറഞ്ഞ ക്ലിയർ ആയോ? 3c1 ആണ് 1 മാനിന്റെ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ. പ്രോബബിലിറ്റിയാ കാണുന്നത്, ഡിനോമിനേറ്ററിൽ ടോട്ടലാ കൊടുക്കണ്ടേ, ന്യൂമറേറ്ററിൽ ഫേവറബിൾ കേസാ കൊടുക്കണ്ടേ. ക്ലിയർ ആയോ? സോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 5c2, മൊത്തം 5 ആൾക്കാരുണ്ട്. സോ 5c2, 2 ആൾക്കാരെ ചൂസ് ചെയ്യണം. ബട്ട് ഒരു മാൻ എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരാണ് കമ്മിറ്റി ഉള്ളത്. സോ ഒരു മാൻ എന്ന് പറഞ്ഞാൽ മറ്റേത് എന്തായാലും വുമൺ ആയിരിക്കണം. ഒറ്റൊന്ന് മാൻ ആണുള്ള പ്രോബിലിറ്റി വെച്ച്. അപ്പോൾ ഒന്ന് മാൻ ആണെങ്കിൽ മറ്റേത് വുമൺ ആണ്, കാരണം ആകെ 2 ആൾക്കാരെ കമ്മിറ്റിയിലുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ഒരു വുമൺ എത്ര വേസ് സെലക്ട് ചെയ്യാം? മൊത്തം 2 വുമൺ ഉണ്ടല്ലോ. സോ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 1 വുമൺ എന്ന് പറഞ്ഞാൽ 2c1 ആണ്. ഇനി ഇതിന്റെ ഇടയിൽ വരുന്ന സൈന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആൻഡ് ആണ്. ഞാൻ പറഞ്ഞു ആൻഡ് എന്ന് കണ്ടാൽ ഇന്റർസെക്ഷൻ ആണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3c1 into 2c1. 3c1 into 2c1 എന്ന് പറഞ്ഞാൽ 3c1 എന്ന് പറഞ്ഞാൽ 3 ആണ്, 2c1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 5c2 എന്ന് പറയാം ആക്ച്വലി 5 into 4/1 into 2. അപ്പൊ 10 എന്ന് കിട്ടും, 3 into 2/10. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 2ഉം 10ഉം കട്ട് ചെയ്താൽ 3/5 എന്ന് കിട്ടും. സോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു 20th ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ക്ലിയർ അല്ല? സോ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. കൃത്യമായി നിങ്ങൾ പ്ലാൻ ചെയ്യുക, അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ എക്സാംസ്, നമ്മൾ ഫൈനൽ എക്സാംസിലേക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള ആ ഒരു പ്ലാനിങ്ങിൽ നിങ്ങൾ പോവുക. സോ നമ്മളെ സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആവാണ് ഗൈസ്. അടിപൊളിയാക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ ജോയിനിങ് മീ.